ഓക്കെ, നമ്മൾ ഇന്ന് ബാച്ച് 8ൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 6ാമത്തെ ബാച്ചായാലും 7ൻ്റെ ആയാലും 5ൻ്റെ തൊട്ടുണ്ട് 5ാം ബാച്ചായാലും 6ൻ്റെ ബാച്ചായാലും 7ആയാലും 8ആയാലും 9ആയാലും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന 10ൻ്റെ ആയാലും ഇന്നിപ്പോൾ നമ്മൾ 8ൻ്റെ ബാച്ച് ക്ലാസ് വന്ന് നിൽക്കുന്നത് കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്നൊരു ഏരിയയാണ്. അത് എല്ലാവരും കുറച്ച് 8ന് മുമ്പുള്ള എല്ലാ ബാച്ചുകാർക്കും അത് കഴിഞ്ഞതുമാണ്. 9ലും ഇനി 10ലും ഒക്കെ വരാനുള്ളതുമാണ്. പക്ഷേ നമ്മൾ ആ സബ്ജക്റ്റ് ഈ കോസ്മിക് തത്വങ്ങൾ തന്നെയാണ് പറയുന്നതെങ്കിലും പറയുന്ന വിശദീകരണങ്ങളും അതിൻ്റെ അതായത് ആ വിഷയത്തെ വേറെ വശങ്ങളായിരിക്കും പറയുക, വേറെ രീതിയിലായിരിക്കും അതിൻ്റെ ഉദാഹരണങ്ങൾ വരിക. അപ്പോൾ കൂടുതൽ അതിനെ നമുക്ക് മാക്സിമം അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് ഒരുമിച്ചിടുന്നത്. അല്ലെങ്കിൽ 8ാം ബാച്ചുകാർക്ക് മാത്രമായിട്ട് ചെയ്യും. പിന്നെ ആൾ കുറവാണ് നിലവിൽ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും ആളുള്ളത് കൊണ്ട് 8ാം ബാച്ചുകാർ കുറച്ച് ഒന്ന് മാറിയിരിക്കുക. ആളുണ്ടല്ലോ, നമ്മൾ അതിലുള്ളൊരു നഷ്ടം ഇതാണ്. 8ൽ മാത്രമായിട്ട് വയ്ക്കുകയാണെങ്കിൽ നിർബന്ധമായി അവർ വരേണ്ടി വരും. ഇപ്പോൾ പല രാജ്യത്താണ് പലരും അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട് കൃത്യമായ സമയത്ത് വരാൻ പറ്റില്ല, റെക്കോർഡ് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാക്സിമം ഒരു പക്ഷേ ഇപ്പോൾ 9ാമത്തെ ബാച്ചിന് ഈ ക്ലാസ് ഒരു പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് ലൈവ് കിട്ടിയതും നിങ്ങൾക്ക് കോസ്മിക് തത്വങ്ങൾ വരുമ്പോൾ ആ ദിവസത്തെ റെക്കോർഡും കൂടെ കിട്ടുമ്പോൾ തന്നെ ഒരു ഐഡിയ വരും. അപ്പോൾ ഇത് ക്ലാസ് ഫില്ലായി പോകും എന്നുള്ള ഒരു ഇതിലാണ് കൂടുതൽ ആശയങ്ങൾ കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്ലാൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നമ്മളിപ്പോൾ കേട്ട കാര്യം അല്ലെങ്കിൽ ഇനി നമ്മൾ കേൾക്കാൻ പോണ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ അതായത് 9ഉം 10ഉം പറയാണ്, നമ്മൾ ഇനി പിന്നീട് കേൾക്കാനുള്ള കാര്യം ഇപ്പോൾ കേട്ടിട്ട് കാര്യമുണ്ട്, ഇപ്പോഴേ കേൾക്കണോ അന്നൊന്നും വിചാരിക്കാതെ ഇത് വെറുതെ കേട്ട് അങ്ങ് കളഞ്ഞിരുന്നാൽ മതി. നമ്മളെ ക്ലാസ് ഓർഡർ ചെയ്ത് നിങ്ങൾ പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, അത് കൃത്യമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കവർ ആയിക്കോളും. ഇതിനെ തന്നെയാണ് പിന്നീട് നമ്മൾ പ്രാക്ടീസ് സെക്ഷനിലോട്ട് പോകുന്നത്. പ്രാക്ടീസ് സെക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ പഠിച്ച ഭാഗത്തെ തന്നെ വേറൊരു ലെവലിലേക്ക്, വേറൊരു ആംഗിളിലേക്ക് കുറച്ചും കൂടെ ഇപ്പോൾ നമ്മൾ സോഫ്റ്റായി പഠിച്ചു പോകുന്ന കാര്യം കുറച്ചും കൂടെ ഹാർഡായിട്ട് കണക്ട് ചെയ്ത് പോകും. അപ്പോൾ 6ാമത്തെ ബാച്ച് ഇപ്പോൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുകയാണ്. ഞാനൊരു 2 ബാച്ചും കൂടെ അവിടെ നിന്ന് ഒരുമിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എങ്കിൽ മാത്രമേ, കാരണം പ്രാക്ടീസ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു കാര്യവും, അതായത് നമ്മുടെ ചന്ദ്രവട്ടത്തിൻ്റെ 1ാം ചന്ദ്രവട്ടത്തിലെ ടീമാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങി 1 മാസം വരെ, അതാണ് നമ്മളെ ഒരു ചന്ദ്രവട്ടമാണ് നമ്മുടെ 1 മാസം. അപ്പോൾ ആ 1 മാസം വരെ ഉള്ളത് മാത്രമാണ് എല്ലാ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്ത് കാണുന്നതും അറിയുന്നതും എല്ലാം. 2ാം ചന്ദ്രവട്ടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് ഈ 1ാം ടീമിനെ അറിയിക്കുകയില്ല. അത് അവിടെ എത്തിയാലേ നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു 3 ടീം കൂടെ ആകുമ്പോൾ അതിനുള്ള ആളും കൂടെ ആയി. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റും അവിടെ. അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ബാക്കിയുള്ള ബാച്ചുകൾ, അതായത് ഇപ്പോൾ 8ാം ബാച്ചിലാണ് വെച്ചിരിക്കുന്നത്, ബാക്കിയുള്ള ആൾക്കാരും എന്ത് ചെയ്യുക, ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും എത്താൻ ശ്രമിക്കുക. പിന്നെ അപ്പോൾ ഒരു 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത് മാക്സിമം നമുക്ക് ഈ 7ാം ബാച്ചുകാരായാലും 6ാം ബാച്ചുകാരായാലും ഇത് കിട്ടുമ്പോൾ ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളുടെ പാഠഭാഗങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുക. മറ്റതിനെ കുറിച്ച് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. ഞാൻ ഈ ക്ലാസ് ചെയ്യാൻ എനിക്കുള്ള കോൺഫിഡൻസ്, അല്ലെങ്കിൽ എനിക്കൊരു ആത്മവിശ്വാസം ഉള്ളതിൻ്റെ പിന്നിൽ, ഇന്ന് പുതിയ ആൾ വന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ഓക്കെ, ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത്, എല്ലാവരും ക്യാമറ ഓഫാണോ അത് എനിക്ക് കാണാൻ പറ്റാത്തതാണോ എന്തോ.
ആരും എല്ലാവരും ക്യാമറ ഓഫ് ആണല്ലേ? അതെ, ക്യാമറ ഓൺ ആക്കി ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? അതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ കാണാം. ഓ ശരി 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 ശരി. ഇപ്പൊ എല്ലാം വന്നു. ഓക്കെ, അപ്പൊ എന്തോ റേഞ്ചിന്റെ എല്ലാം ആയിരിക്കും. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആൾക്കാർ പറഞ്ഞ നീ 8ാം ക്ലാസ് വരെ പഠിച്ച ഇപ്പൊ തന്നെ സംസാരിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം പുസ്തകങ്ങൾ വായിച്ചാണോ ഈ പറയുന്നത്? ഈ പറയണതൊക്കെ പുസ്തകങ്ങൾ വായിച്ചാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്, എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാല് എന്റെ കയ്യിൽ എങ്ങനെ പോയാലും 3-4 ലക്ഷം രൂപ കൂടുതൽ ബുക്കുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ അതിൽ വിരലിലുണ്ടാവുന്ന ബുക്കുകൾ മാത്രമേ ഞാൻ തീർത്ത് വായിച്ചിട്ടുള്ളൂ. സത്യം. എനിക്ക് ഈ കോഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതിന്റെ കാരണമൊക്കെ ഇത്തരം കാര്യം എനിക്കിത് മനസ്സിലാവുന്നതാണ്. അതായത് ഇത് എല്ലാവർക്കും പറ്റുന്ന പ്രത്യേക. അപ്പൊ വിചാരിക്കും, വീണ്ടും വിചാരിച്ച എന്താണ് അമാനുഷികത അല്ലെങ്കിൽ പ്രത്യേക അത്ഭുതം. അല്ല, എന്താണെന്നറിയാമോ ഞാൻ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത്, ഞാൻ നേരത്തെ ഈ ബുക്ക് ഈ കൊല്ലത്ത് ഒക്കെ ഇങ്ങനെ പുസ്തകം മേടിക്കാനായിട്ട് പോയി ഞാൻ ഇങ്ങനെ അപ്പൊ എനിക്ക് കുറച്ച് പൈസ ആയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് വാങ്ങാം എന്ന് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ നമുക്ക് തോന്നിയിട്ട് അപ്പൊ ഏതെങ്കിലും ഒന്ന് മൈൻഡ് ഉടക്കും. അപ്പൊ അത് വാങ്ങും. പിന്നെ അടുത്ത, അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ പുസ്തകം വാങ്ങുന്നത്. അപ്പൊ അത് വാങ്ങിയതിന് ശേഷം ഞാൻ മെയിനായിട്ട് ഇതിന്റെ കണ്ടന്റുകളും മാത്രം എന്ത് ചെയ്യും, ഹെഡിങ്ങുകൾ മാത്രമായിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഞാൻ നോക്കും. ഇപ്പോൾ ഇരിക്കുന്ന ബുക്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബുക്കുകളും അങ്ങനെ മാത്രമേ ഇപ്പോഴും ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പൊ ശരിക്കും അപ്പൊ എന്തിനാ കണക്ക് അങ്ങനെ നോക്കിയ ഉടനെ മനസ്സിലാവണ തലയാണോ? അല്ല. മനസ്സിലായില്ലേ? അതായത് ഈ നമ്മൾ ഓരോ ബുക്കുകളും നോക്കുമ്പോൾ അതായത് നമ്മൾ മേടിക്കുന്ന ഇപ്പൊ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരു പുതിയൊരു ആശയം വന്നു കഴിഞ്ഞാൽ, പുതിയൊരു വേറെ എവിടെന്നെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴും മനസ്സിലാവും ഇത് ഇന്ന ബുക്കിൽ കാണാൻ സാധ്യതയില്ലേ എന്ന് മനസ്സിലാവും. അതിനു വേണ്ടി മാത്രമായിട്ട് എൻ്റെ ആ പുസ്തകത്തിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പൊ പിന്നീട് ഒരു ആശയം വന്നു, പിന്നീട് ഈ വിഷയങ്ങൾ കൂടുതൽ വന്ന സമയത്ത് എന്ത് ചെയ്ത് കറക്റ്റ് ആ ആവശ്യത്തിന് ഇന്ന ബുക്കിൽ കാണാം. അപ്പോഴാണ് ആ ബുക്ക് നോക്കുന്നത്. ബുക്ക് നോക്കുമ്പോൾ അത് അതിനകത്ത് ഉണ്ടാവും. കാരണം അത് ആവർത്തിച്ച് പലപ്പോഴും നോക്കുന്നുണ്ട്. പല ബുക്കുകൾ മറിച്ചായാലും അത് വരുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് ബ്രെയിനിലിട്ടാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നെങ്കിൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ വായിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും തുടക്കം മുതൽ അവസാനം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബുക്കിന്റെ ഇഷ്ടമുള്ള ഓരോ എടുത്തിട്ട് അതിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള പേജുകൾ വായിച്ചിട്ടേക്കുക. മനസ്സിലായില്ലേ? പേജ് ഞാൻ എൻ്റെ ഇത് പറയാണ്, അത് ഓരോരുത്തരും വായന ഓരോ രീതിയാണ്. എന്നിട്ട് ഞാൻ പറയാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോഴത്തേക്ക് പറയുന്നത്, നമ്മളൊരു പുസ്തകം വായിച്ചു പോകുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് എടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ വായിച്ച പേജുകൾ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു റിലാക്സേഷനിലൂടെ വായിക്കാൻ പറ്റും കുറച്ചുകൂടെ. മനസ്സിലായില്ലേ? കാരണം നമുക്ക് പരിചയമുള്ള ഒരു വിഷയം അവിടെ വരും, പരിചയമുള്ള ഒരു ഏരിയ വരും ആ ബുക്കിൽ. അപ്പൊ അല്ലെങ്കിൽ വായന നമ്മൾ മടുക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു പറയുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ പിന്നീട് ഈ മനഃശാസ്ത്രപരമായും തലച്ചോറിന്റെ ഒക്കെ ഒരു പ്രവർത്തനവും ഞാൻ പരിശോധിച്ചപ്പോഴത്തേക്കും. ഹലോ, ആ മൈക്ക് മ്യൂട്ട് ചെയ്തേക്കണേ. പരിശോധിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ആദ്യം തലച്ചോറിലേക്ക് വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതാണ്. നമ്മളൊരു കുട്ടി സംസാരിച്ചു തുടങ്ങുമ്പോൾ സംസാരിക്കണമെങ്കിൽ തന്നെ എത്ര നാളെടുത്തു, എന്തെങ്കിലുമൊക്കെ തിരിച്ചറിയാൻ എത്ര നാളെടുത്തു. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ആ ഡേറ്റാസുകൾ ബ്രെയിനിലേക്ക് വീഴുക എന്നുള്ളതാണ്.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പൊ ഞാൻ മാത്സിലും അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. നമുക്ക് മുമ്പേ കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് ഐഡിയാസുകൾ ഇത് പറക്കി വെച്ച് കൂട്ടാൻ പറ്റൂ. ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പറക്കിയത് നിർമ്മിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ നിരവധി വിഷയങ്ങൾ നമ്മുടെ ബ്രെയിനിൽ കിടക്കണമെങ്കിൽ മാത്രമേ അതെടുക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനെ, അതായത് ഇപ്പോ 10ാം ബാച്ചുകാര് 8ാം ബാച്ചുകാരുടെ ഈ ക്ലാസ് കേൾക്കുന്നതാണ്. അവർ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ കൂടുതൽ ഏരിയകൾ പെട്ടെന്ന് മനസ്സിലായി വരും. അപ്പൊ അതും കൂടിയാണ് അവിടെ ഞാൻ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലൊട്ടും എന്ത് ചെയ്യരുത്, ആവർത്തന വിരസം ഉണ്ടാവരുത്. ആവർത്തന വിരസം ഉണ്ടാവാതിരിക്കാനാണ് അതിലെ നമ്മൾ അതായത് അവതരിപ്പിക്കുന്ന രീതികളും മാറ്റം. ഓക്കെ, 8ാം ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഒന്ന് വേറെ ആരുണ്ട്? 2 3 4. ഓക്കെ എനിക്ക് അപ്പൊ ഞാൻ ഇടയ്ക്ക് എന്നും കിടന്ന് വഴക്ക് പറയുന്നത് എനിക്ക് ശ്രീജിത്ത് സാറിന്, സവിത ടീച്ചറെ, രൂപ ടീച്ചറിന്, ബിന്ദു ടീച്ചറിന്, ശ്രീകുമാർ സാറിന്, ബോസ് സാറിന്. ഇല്ല. അപ്പൊ അവിടെ സംസാരിച്ചപ്പോ മൈക്ക് ഓൺ ആക്കിയപ്പോഴത്തേക്ക് അത് മുന്നിൽ വന്നു കേട്ടോ. ഓ ശരി. ഓക്കെ. അയ്യോ അല്ല, പുതുമുഖം കണക്കിരിക്കുന്നു. 10ാം ബാച്ചാണ്ടായിരുന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ. ഇന്നലെ കണ്ട് അല്ല കണ്ട് അല്ല, വീണ്ടും ഞാൻ പറഞ്ഞാണ്, മറന്നുപോയി. ഓക്കെ താങ്ക് യു. ഇത്രയും പേര് 5 പേരോളം 8ാം ബാച്ചിലുണ്ട്, 6 പേരോളം ഉണ്ട്. വളരെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും കൂടിയാണ് ഈ ക്ലാസ്. നമ്മൾ ഈ കോഴ്സിൽ പ്രധാനപ്പെട്ട, അതായത് മനസ്സിന്റെ 7 തലങ്ങൾ ആണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ മനസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. അതിൽ അടുത്ത പാർട്ടായിട്ട് വരുന്ന കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ ഒരു 8 തത്വങ്ങൾ, നിരവധി തത്വങ്ങളുണ്ട്. അതിൽ 8 തത്വങ്ങളുണ്ട്. ആ തത്വങ്ങള് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകുന്ന ഏത് കാര്യത്തെയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞാൽ, നമ്മളൊരു വാഹനം ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകണമെന്ന് വിചാരിക്കുക. ആ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാള് ആ വാഹനത്തിന്റെ എഞ്ചിൻ പണിയും കാര്യങ്ങളും ഒന്നും അറിഞ്ഞിരിക്കണമെന്നും പഠിച്ചിരിക്കണമെന്നൊന്നുമില്ല. അവൻ അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ആ വാഹനം, അതിന്റെ സ്റ്റിയറിംഗ്, ഗിയർ, ക്ലച്ച്, ബ്രേക്ക്, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പഠിച്ചെടുത്ത് അത് മുന്നോട്ട് ഫസ്റ്റ് എങ്ങനെ, സെക്കൻഡ് എങ്ങനെ, ഇങ്ങനെ ആദ്യം ഏത് ഗിയർ ഇടണം, ഏത് ഗിയർ വാക്കില്ലാതെ വീണ് കഴിഞ്ഞാൽ റൈസ് ആവും. മനുഷ്യന്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്, ഞാൻ വാഹനമായിട്ട് മനസ്സിലായില്ലേ. ഒരു നല്ല റണ്ണിങ്ങിൽ പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്പീഡിന് പോയിട്ട് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ആ വാഹനത്തിന് എന്ത് സംഭവിക്കാം? അതുപോലെ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, സെക്കൻഡ് ഇട്ടിട്ട് അവിടെ നിന്ന് നേരെ ഫോർത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ന്യൂട്രൽ ഇട്ടിട്ട് റൈസ് ചെയ്താൽ വണ്ടി നീങ്ങാതെ വണ്ടി ഇരച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ നമ്മളെ മനസ്സിന്റെ സ്വഭാവങ്ങൾ, നമ്മളെ സകല സ്വഭാവങ്ങളും ഈ 5 ഗിയറോ അല്ലെങ്കിൽ 6 ഗിയറില നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ചിന്തിച്ചാൽ ഏകദേശം ഒരു ധാരണ വരും. ഇത് കൃത്യമല്ലാത്ത സിറ്റുവേഷനിലുണ്ട്. കാരണം ഫസ്റ്റ് ഇടാതെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നമ്മളൊരു കാര്യം തുടങ്ങാൻ തയ്യാറായതിനു ശേഷം അതിനെന്താണ്, നമ്മൾ സെക്കൻഡ് ഇട്ടിട്ട് റൈസ് ചെയ്തെടുത്താൽ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും?
അതേപോലെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ഫാമിലിയുടെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് പല സ്ഥലങ്ങളിലും അത്തരം ഒരു രീതി ആയിരിക്കും. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് അവിടെ നിന്ന് സെക്കൻഡ് ഇടാതെ തേർഡ് ഇട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ നല്ല റണ്ണിങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ഇട്ടാലുള്ള വണ്ടി എങ്ങനെ നിൽക്കും എന്നുള്ളത്. വളരെ സ്പീഡിന് പോയിട്ട് ബ്രേക്ക് ടൈറ്റ് ചെയ്ത് ചവിട്ടിയാൽ എന്തവസ്ഥയായിരിക്കും. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഇതാണ് നമ്മളുടെ മനസ്സിന്റെ ഈ 7 തലങ്ങൾ പഠിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കണക്റ്റ് ആവുന്നുണ്ടോ? ഓക്കെ, ഈ 7 തലങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിലാണ് 8 കോസ്മിക് തത്വങ്ങൾ, കോസ്മിക് പ്രപഞ്ച തത്വങ്ങൾ. അതിൽ മാറ്റമില്ലാത്ത തത്വങ്ങളാണ് കോസ്മിക് തത്വങ്ങൾ. അപ്പൊ ഞാൻ മനസ്സിന്റെ കാര്യത്തിലാണ് ഒരു ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലല്ലേ? ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. മനസ്സിന്റെ ഭാഗങ്ങളെല്ലാം പഠിക്കുക, 7 ഭാഗങ്ങൾ പഠിക്കുക. അതായത് ക്ലച്ച്, ബ്രേക്ക്, ഇങ്ങനെയുള്ള ആക്സിലേറ്റർ, ഗിയർ, സ്റ്റിയറിംഗ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന. അപ്പോൾ അത് പഠിച്ചതുപോലെ നമ്മൾ അറിഞ്ഞതുപോലെ അത് പിന്നെ എന്ത് ചെയ്യണം? ഡ്രൈവ് ചെയ്യാനൂടെ പഠിച്ചു. ആദ്യം ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു. അതാണ് ഈ പറയുന്ന 7 ഭാഗം. എന്നിട്ട് അതിലെ വേദന എന്താണ്, നമ്മുടെ പഴയ വേദനകൾ അല്ലെങ്കിൽ കോസ്മിക് തലം സ്മൃതിതലം, നമ്മളെ പഴയ ദുഃഖങ്ങൾ അല്ലെങ്കിൽ പഴയ അനുഭവങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ചു പോയി. മനസ്സിലായി? ഇത് 8ാം പേച്ചർക്ക് ധാരണ വരും, 7നും വരാം. അപ്പോൾ ഇനി നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഓട്ടി വെച്ച് വന്നാലാണ് ഇന്ന് പറയാൻ പോണ കാര്യം ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്ന അടുത്തൊരു പാർട്ടാണ്. കോസ്മിക് തത്വങ്ങൾ എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു, നമ്മളെ മനസ്സിനെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു, നമ്മളെ റൂട്ടുകളെല്ലാം പഠിച്ചു. പക്ഷേ ഈ വാഹനത്തെ അതായത് നമ്മളെ ലക്ഷ്യസ്ഥലത്തിലേക്ക് ഈ വാഹനം ഓടിച്ചു വിടണമെങ്കിൽ, ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് റോഡ് നിയമങ്ങളും റോഡിന്റെ വശങ്ങളും റോഡ് നിയമങ്ങളും എത്തേണ്ട സ്ഥലം നമുക്കറിയാം. പക്ഷെ അവിടെ എത്തണമെങ്കിൽ നമ്മളെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഈ റോഡേ ഇറങ്ങി പോകുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം? റോഡ് നിയമം പഠിച്ചില്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് എന്ത് പഠിച്ചാലും ഒരു സ്റ്റേഡിയത്തിനകത്തിട്ട് ഓടിച്ച് കളിക്കാനേ പറ്റൂ. ഇതാണ് അവിടെ വരുന്നത്. നമുക്ക് ഇണങ്ങുന്ന ഒരു സ്ഥലത്ത് നമുക്ക് വെറുതെ ഡ്രൈവ് ചെയ്യാം, തടസ്സങ്ങളില്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ലക്ഷ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റോഡ് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ആ റോഡ് നിയമങ്ങളാണ് ഇവിടെ കോസ്മിക് തത്വങ്ങൾ. ആ കോസ്മിക് തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രൈവിംഗ് നമുക്ക് ഓൾറെഡി അറിയാം. ചില ആൾക്കാർക്ക് എന്താണ്, റോഡ് നിയമങ്ങളെല്ലാം അറിയാം, ഡ്രൈവിംഗ് അറിയത്തില്ല. മനസ്സിലായില്ലേ? ചിലർക്ക് ഡ്രൈവിംഗും അറിയാം, റോഡ് നിയമവും അറിയാം, ഈ വാഹനം കൊണ്ട് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. മനസ്സിലായോ? നോക്കിക്കോളാം. മനസ്സിലായോ? നമ്മൾ പറയില്ലേ, എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ എന്ത് കൊടുക്കൂല? ആ വാക്ക് കേട്ടിട്ടുണ്ടോ? വടി കൊടുക്കത്തില്ല. കേട്ടിട്ടുണ്ടോ? അത് എല്ലാരും കേട്ടിട്ടുള്ളതേ. എടാ, എറിയാൻ അറിയാവുന്ന ഇനി ആരെങ്കിലും വടി കൊടുക്കണോ? അവരുടെ അടുത്തങ്ങ് എറിഞ്ഞൂടെ? എവിടെ നിന്ന് വടി കണ്ടെത്തിക്കൂടെ അവന്? ഇനി അത് ആരെങ്കിലും കൊണ്ട് കൊടുക്കണോ? മനസ്സിലായ? ആ റൂട്ട് മനസ്സിലായ? എറിയാൻ അറിയാവുന്നവരുടെ കയ്യില് വടി കൊടുക്കത്തില്ല. അതായത് വടി അവന് കണ്ടെത്തുന്ന കാര്യത്തില് മടിയാണ്, അല്ലെങ്കിൽ കണ്ടെത്താൻ അറിയില്ല. ഇത് മൈൻഡ് സെറ്റാണ് സത്യത്തിൽ ആ വാക്ക്. മനസ്സിലല്ലേ? വടി കയ്യിലുള്ളവന് ഹെൽപ്പ് ചെയ്യും, എറിയാൻ അറിയത്തില്ല. വടി കയ്യിലിരിക്കണമെങ്കിൽ അവൻ കുറെ ദിവസം അവൻ പ്രാക്ടീസ് ചെയ്ത അവൻ എറിഞ്ഞ് പഠിച്ചുകൂടെ അവന്? ആ വടിയും കയ്യിൽ വെച്ചിട്ട് അവൻ എറിയായിരിക്കുന്നതിന്
നമ്മൾ നിരന്തരം പറയണ പഴഞ്ചൊല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും ഓരോ ദിവസം കവർ ചെയ്ത് പോകണ ക്ലാസ്. ആലോചിക്കണം. അതെ അതെ അതേപോലെയാണ് ഇവിടെ ഈ കാര്യം നോക്കിക്കൊള്ളാം. എറിയാൻ അറിയാവുന്നവന് വടി കൊടുക്കൂല, വേറെ ആരോ കൊടുക്കണം. എറിയാൻ അവൻ പഠിച്ച്, പക്ഷെ വടി അവൻ കണ്ടെത്തില്ല. ഓക്കെ, ഇനി വടി കയ്യിലുണ്ട്, വടി കയ്യിലുള്ളവന് എറിയാൻ അറിയില്ല, അവൻ എന്ത് ചെയ്യില്ല, അത് എറിയാനൊട്ട് പരിശീലിക്കത്തില്ല. ഇനി എറിയാനോ അറിയാം, വടിയും കയ്യിലുണ്ട്, മാവ് എവിടെയാണെന്ന് അവൻ അറിഞ്ഞൂടെ, ഇത് എറിഞ്ഞുണ്ടായി എന്തിലെറിയണമെന്ന് അറിഞ്ഞൂടെ. നമ്മള് മുന്നോട്ട് പോണ തീരുമാനത്തിന്റെ ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രൊഫഷണലാണ്. അവിടെ ഓരോ ആളുടെയും പ്രൊഫഷണൽ എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ കൂട്ടി വായിച്ച് പൊക്കോളണം. മനസ്സിലായില്ലേ? ഓരോരുത്തരും ഓരോ പ്രൊഫഷണലാണ് പോണം. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൂട്ടി വെച്ചോളണം. അപ്പൊ അതേപോലെയാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് ഡ്രൈവിംഗ് അറിയാം, ചില ഡ്രൈവിംഗ് അറിയാവുന്നവരുണ്ടാവും, അവരെ മൈൻഡിനെ എല്ലാത്തിനെയും കൃത്യമായി കൺട്രോൾ ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ പൊതുവായ ഒരു സ്ഥലത്ത് പോയി കാര്യങ്ങൾ ചെയ്യില്ല, ഇറങ്ങില്ല അവര്. കാരണം അവിടെ ഇറങ്ങി അവർക്ക് സംസാരിച്ച് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. ശരി, ചിലർക്ക് ഡീൽ ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ മാനേജ് ചെയ്യാനായിട്ട്, അതായത് പോയി ഓർഡർ എടുക്കാനും കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരും. ഇനി ഇത് രണ്ടും അറിയുകയാണെങ്കിൽ ഏത് സ്ഥലത്ത് പോയി ഏത് മാർക്കറ്റ് പ്രോഡക്റ്റ് എവിടെ സെയിൽ ചെയ്യണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ വരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും ഞാൻ ഉദാഹരണം പറഞ്ഞു പറഞ്ഞാൽ, അപ്പോഴാണ് ഇവിടെ കോസ്മിക് തത്വങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഈ 10x മൈൻഡ് പവറിന്റെ റോഡ് നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അതില് ഇന്ന് നമ്മൾ 4 തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 4 തത്വങ്ങൾ, 3 തത്വങ്ങളാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. അവിടെ അതിൽ ഒരു തത്വം കൂടെ ഉൾപ്പെടുത്തിയാലേ നമുക്കിത് പറയാൻ ഇന്നൊരു കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയണം. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കിക്കുക. അതിൽ ഒരു തത്വമാണ് ഒന്നാമത്തെ തത്വം. സ്ഥാനമൊന്നുമില്ല, എന്നാലും പറയാനും എഴുതാനും നമുക്ക് പെട്ടെന്ന് ഇതിനും വേണ്ടി നമ്മൾ ഒന്നാമത്തെ എന്ന് പറയുന്നതാണ്. അല്ലാതെ അതാണ് ഏറ്റവും വലിയ തത്വം എന്ന് വിചാരിക്കരുത്. എല്ലാമായിട്ട് എപ്പോഴും പല രീതിയിലായിരിക്കും അതിന് സ്ഥാനം വരുന്നത്, പല കാര്യത്തിൽ. മനസ്സിലായില്ലേ? പക്ഷെ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് അത് എല്ലാത്തിലും എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, സൂക്ഷ്മമായിട്ടോ സ്ഥൂലമായിട്ടോ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഊർജമാണ്. ഊർജം. അപ്പോ ഒന്നാമത്തെ തത്വം ഊർജ തത്വമാണ്. മനസ്സിലായി? എന്തുകൊണ്ടാണ് അതിനെ കോസ്മിക് തത്വങ്ങൾ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ മനസ്സിലാക്കിയേക്കുക, ഒന്നാമത്തെ തത്വം പിന്നെ ഊർജ തത്വം എന്ന് പറയാൻ കാരണം എല്ലാം ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടാണ്. ഇതൊരു വെറുതെ ഒരു പ്രഭാഷണമായിട്ട് കേൾക്കരുത് കേട്ടോ. ഊർജമായിട്ട് നമ്മളത് മനസ്സിലാക്കിയോ, ഇല്ലെങ്കിൽ എഴുതിക്കൊള്ളണം. ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ നാളെ ഇതിനകത്ത് വന്നിട്ട് തിരുത്തണം. മനസ്സിലായില്ലേ? കാരണം ഇപ്പോഴും 10ാം ബാച്ചായിട്ടുള്ള ആൾക്കാർ വരെ ഇപ്പോഴും വരെ സ്നേഹമുള്ള ആൾക്കാരായിട്ട് ചിലപ്പോൾ എനിക്ക് കുഴപ്പമില്ല. 12ാമത്തെ ബാച്ച് ചിലപ്പോൾ ഭയങ്കര ഡേഞ്ചർ ടീമുകാരായിരിക്കും വരണം. അവരടുത്ത് മനസ്സിലായില്ലേ? അവരടുത്ത് ചിലപ്പോൾ ഈ കള്ളത്തരം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, എഴുതിയേക്കണം. അത് കഴിഞ്ഞ ശേഷം സെർച്ച് ചെയ്ത് വരണം. അല്ല, ഇത് സുഭാഷ് സാറാണ് പറഞ്ഞത്. സുഭാഷ് സാറ് ABCD ഒക്കെ കണക്കിന്റെ ABCD ഒക്കെ അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതി വെച്ചോളണം, അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളണം. അത് നിങ്ങൾ സെർച്ച് ചെയ്തോളണം. അതായത് എല്ലാത്തിലും ഒന്നുണ്ട് അല്ല എങ്കിൽ മാത്രമേ, ഞാൻ ഒരു കാര്യം പറയാണ്, അറിയുന്ന അറിവുകളുമായി, നമുക്ക് അറിഞ്ഞിട്ടുള്ള അറിവുകളുമായി അനുഭവിക്കാൻ തയ്യാറാവണം. അതിനെ അനുഭവിക്കണം. എങ്കിൽ അറിഞ്ഞ അറിവിനെ ഡീപ്പായി പരിശോധിക്കുകയും അതിനെ ആലോചിക്കുകയും അതിലേക്ക് ലയിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ആ അറിവ് നമ്മളെ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കൂ. നമ്മൾ അത് അനുഭവിക്കണം. മനസ്സിലായില്ലേ? അപ്പോ എല്ലാം ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, നമ്മൾ ഈ കാണുന്ന ഈ
പേനയും പേപ്പറും അല്ലെങ്കിൽ ലൈറ്റ് ഈ കാണുന്ന എല്ലാം എന്താ ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഊർജത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഇത് ശാസ്ത്രത്തിനോ ആത്മീയതയ്ക്കോ തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഊർജം വെച്ചിട്ട് എന്ത് ചെയ്തേക്കണം, പല രീതിയിലുള്ള ലൈറ്റ്, ശബ്ദോർജം, പ്രകാശോർജം, കേട്ടില്ലേ, എല്ലാ ഊർജത്താൽ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഊർജത്താലാണ് ഞാനും നിങ്ങളും. ഇതെല്ലാം സൂക്ഷ്മ രൂപത്തിലേക്ക് എത്തും തോറും ഊർജങ്ങളാണ്. തന്മാത്രയും ആറ്റും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലാവും അത് ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇത് എല്ലാവർക്കും വിശ്വാസമുള്ള തന്നെ. ഓക്കെ, അതില് ഈ ഇത്രയും പ്രപഞ്ചത്തില് എല്ലാം, ഈ പ്രപഞ്ചവും ഈ കാണുന്ന എല്ലാം സൂക്ഷ്മ രൂപത്തിൽ ഒന്നാണെങ്കിൽ നമ്മൾ പ്രപഞ്ചവും ഒന്നാണ്. ഒരു സ്ഥലത്താണെന്ന് മാത്രമല്ല, ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ അറിവിനെ നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റണം. അത് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, ഇനി അവിടെ വിസ്മയകരമായ മറ്റൊരു കാര്യം, മറ്റൊരു രീതി ആണ്. അപ്പൊ ഇതെല്ലാം എന്തിലുണ്ട്? ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ തത്വം. അതിന് മാറ്റമില്ലാത്ത തത്വമാണ്. ഹലോ മാധവ് സാർ. ഹലോ മാധവ് സാർ. ആ സാർ ഇപ്പൊ വന്നല്ലേ ഉള്ളു. മാത്യൂസ്. ഓ സോറി ഞാൻ പെട്ടെന്ന് സോറി സാറേ, സോറി. ഇടയ്ക്ക് മാധവ് പെട്ടെന്ന് പോയാണ്. അല്ല സാറ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇടയ്ക്ക് സാറിനെ ഒന്ന് അവിടെ പുതിയ ബാച്ചുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവർ സാറിനെ ഇവിടെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കിയാണ് സാറേ. ആ ആ ആ ആ സാറിന്റെ ഇവര് പുതിയ കൊച്ചു കുട്ടികളൊക്കെ ഒന്ന് കാണട്ടെ നമ്മളാ, മനസ്സിലായില്ലേ? 1ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒന്ന് കാണട്ടെ. അത് ആ ആ ഓക്കെ സാർ വരും. അപ്പോ രണ്ടാമത്തെ തത്വം, അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന തത്വം എന്ന് പറയുന്നത് കാന്തിക തത്വം. രണ്ടാമത്തെ തത്വം കാന്തിക തത്വം. ഇത് മൈൻഡിലിട്ടോളണേ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, എവിടെയാണോ ഊർജമുള്ളത് അവിടെ എന്തുണ്ട്? കാന്തികതയുണ്ട്. എവിടെ ഊർജമുള്ളോ അവിടെ കാന്തികത ഉണ്ട്. ആകർഷണ വികർഷണ സ്വഭാവവും ഉണ്ടായിരിക്കും. ആ മാധവ് സാറിനെ കണ്ടോ എല്ലാരും? ഒന്ന് സംസാരിച്ച സാറേ. സോറി, ഞാൻ വീണ്ടും സോറി ഞാൻ ക്ലാസിന്റെ മുകളിലായിപ്പോയി. മാത്യു, എനിക്ക് അത് നമുക്ക് പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞാല് PM, ഞാൻ ആ പേരവിടെ പെട്ടെന്ന് വിട്ടു. ഈ MATHE മാത്രമേ കാണുന്നുള്ളൂ. അതാണ് എല്ലാരും ഉണ്ട്, എനിക്ക് മാത്രമാണ് ഓർമ്മയില്ലാത്ത. സാറിന്റെ പേര് മാത്യൂസ് എന്നാണ്. പാലയിലാണ് വീട്, ശരിയല്ലേ? രാമപുരം ബിസിനസ് ആണ്. ഓക്കെ. അപ്പൊ സാറിനെ അവിടെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചു. നമ്മളുടെ സ്കൂൾ ലീഡറാണ്. അടുത്ത വർഷമൊക്കെ അല്ല സാറേ, നമ്മളുടെ ഫസ്റ്റ് ടീം ആണ് നമ്മള്. ഓക്കെ എന്താ സാറേ? അത് ശരി. ആ
പറഞ്ഞാ സാറ് അവിടെ അവിടെ പറഞ്ഞായിരുന്നാ? അവിടെയൊക്കെ നമ്മളെ സുഹൃത്തുക്കളെടുത്ത അല്ലെങ്കിൽ കടയിൽ സ്റ്റാഫുകളെടുത്തെല്ലാം പറഞ്ഞായിരുന്നാ? എന്റെ പയ്യനാണ് ഈ നിൽക്കണമെന്ന് പറഞ്ഞാ? അത് പറയാം. അല്ല അത് തന്നെ. എന്റെ പിന്നെ മാഷ് പറഞ്ഞ ഇതെന്റെ പയ്യനാണെന്ന് പറഞ്ഞാന്ന് ചോദിക്കുകയാണ്. മാത്യു സാർ പറഞ്ഞാന്ന്. ക്യാമറ എടുത്ത് വെച്ചിട്ട് ഓക്കെ. താങ്ക് യു സാറേ, താങ്ക് യു. ഞാൻ ജസ്റ്റ് സാറിനെ ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടപ്പോഴേ എന്ന് പറയാമെന്ന് വിചാരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ കുട്ടികൾ ഓക്കെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തോ. അതുകൊണ്ട് പുതിയ കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാണ്, എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിക്കരുത് കേട്ടാ. ഓക്കെ, മനസ്സിലായല്ലേ? മൈക്ക് ഓഫ് ചെയ്യാനായിട്ട് ജോൺ ജോയ് സാർ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് കാന്തിക തത്വം. അപ്പൊ കാന്തിക തത്വം, ഊർജം എവിടെ ഉണ്ടോ അവിടെ കാന്തികത ഉണ്ട്. ഓക്കെ, കണക്ട് ആയല്ലോ. ഊർജം എവിടെ ഉണ്ട് അവിടെ കാന്തികത ഉണ്ട്. അപ്പൊ കാന്തത്തിന്റെ സ്വഭാവം എന്താ? ആകർഷിക്കും, വികർഷിക്കും. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നെങ്കിലും നിർത്തി ഞാൻ പറയുമ്പോൾ നിങ്ങളത് അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ചോളണം. കാന്തത്തിന്റെ സ്വഭാവം നമുക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ ഇത് അതിന്റെ എടുത്തിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? 1ാം ക്ലാസ്സിൽ ഇരിക്കണം എന്നൊന്നും ചോദിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചു വരണം. അപ്പൊ അതുകൊണ്ട് അതിനൊപ്പം നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് വളരെ നിങ്ങൾ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ കാന്തികത എല്ലാത്തിലും ഊർജമുണ്ട്, അതിലെല്ലാത്തിലും കാന്തികതയുണ്ട്. അങ്ങനെ അതായത് നോർത്ത് പോളും അറിയാത്ത അറിവുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. നമ്മൾ വേണമെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് വയ്ക്കാം. അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ പറയുന്നതാണ്. അപ്പം കാരണം അതിന്റെ ഇതിൽ റെക്കോർഡിൽ കിട്ടൂല. അപ്പൊ നോർത്ത് പോളും ആണെങ്കിൽ, അതായത് കാന്തം നമ്മളെ അറിയാലോ, 2 കാന്തങ്ങൾ എടുത്ത് പരസ്പരം ചേർത്ത് വയ്ക്കുമ്പോൾ ആകർഷിച്ചല്ലത് നോർത്തും ആണെങ്കിലോ സൗത്തും ആണെങ്കിലോ വികർഷിക്കും. സൗത്തും നോർത്തും ആണെങ്കിൽ അത് ആകർഷിക്കും. മനസ്സിലായല്ലേ? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്റെ അതേപോലത്തെ സ്വഭാവമുള്ള ഒരാളിനെ എനിക്ക് ഒരിക്കലും കൂട്ടാനായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ 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 അപൂർവമായിരിക്കും. എൻ്റെ അതേ ക്യാരക്ടറുള്ള ഒരാളിനെ, എൻ്റെ അതേ ശീലമുള്ള ഒരാളിനെ എനിക്കൊരിക്കലും കൊണ്ടുനടക്കാൻ പറ്റില്ല. അത് ഞെറാന്ന് പറയുമ്പോഴത്തേക്ക് അവ എൻ്റെ അടുത്ത് അതേപോലെ പോലെ അത് ഞെറാന്ന്. മനസ്സിലായില്ലേ? എൻ്റെ നോർത്ത്, ഞാൻ പറഞ്ഞ ഈ കാര്യം ശ്രദ്ധിച്ചാൽ അവനോട് ചിലർ നല്ല സഹകരിക്കും, പേഴ്സണലി സഹകരിക്കുമ്പോഴാണ് അവരെ രണ്ടുപേരും ലക്ഷ്യം മറ്റൊരു ബിസിനസ്സിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ അത് നടക്കും. പക്ഷെ അവർ പേഴ്സണലി എപ്പോഴെങ്കിലും അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പിരിയാനും സാധ്യത ഉള്ളതാണ്. മനസ്സിലല്ലേ? എൻ്റെ പിടിവാശിയൊക്കെ എനിക്കറിയില്ല സത്യത്തിൽ. അത് വേറെ ഒരുത്തൻ്റെ അതേപോലെ കാണാൻ വേണം അവൻ എന്തോന്ന് ചെറുക്കൻ. അത് എൻ്റെ ഫോട്ടോ കോപ്പിയാണെന്ന് വിചാരിക്കുക. എൻ്റെ സ്വഭാവം, എൻ്റെ എല്ലാ ശൈലിയുള്ള ഒരാൾ എൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ, എന്നോട് സഹകരിക്കുകയാണെങ്കിൽ, നമ്മൾ അവരെ കണ്ടിട്ട് പറയും, ഉഫ്, ലോകത്ത് ഏറ്റവും മോശപ്പെട്ട ചെറുക്കനാണെന്ന് പറയാം. കാരണം നമ്മളെ മൊത്തത്തിലുള്ള ക്യാരക്ടർ, നമ്മളെ ഘടന, നമ്മളെ സ്വഭാവ രീതി, ഇതൊന്നും നമുക്ക് മൊത്തത്തിൽ നമ്മളെ മനോഭാവം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ മനോഭാവം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചിന്തിക്കുന്നതാണ്. നമ്മളുടെ ഏത് ദുശീലമോ ഏത് ദുശ്ചിന്തയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നമ്മളുടെ മനോഭാവം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. അതൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അത് നമ്മളെപ്പോഴും സൂക്ഷ്മതയിലൂടെ മാത്രമേ നമ്മളെ മനോഭാവത്തെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പല ബന്ധങ്ങളും എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് വേദന തന്നെ കിട്ടണമെങ്കിൽ, എവിടെ പോയാലും നമുക്ക് വേദന പറയും. നമ്മൾ എവിടെ ചെന്നാലും വേദന തന്നെ, എവിടെ ചെന്നാലും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും, എവിടെ ചെന്നാലും എന്നെ വഴക്കുറയും, എവിടെ ചെന്നാലും എന്നെ അടിക്കും എന്നൊക്കെ പറയണമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ള ആ ആളിന്റെ മനോഭാവം
ആ ആളിനെ തിരിച്ചറിയാൻ പറ്റാത്തതാണ്, ആ ആളിന് വേദന പിടിച്ചു പറ്റാൻ പറ്റുന്ന രീതിയിലേ അവിടെ ചെല്ലൂ. ഓക്കെ, ഇതാണ് കാന്തിക തത്വം എന്ന് പറയുന്നത്. എവിടെ ഊർജമുണ്ടോ അവിടെ കാന്തികതയുണ്ട്. അതാണ് കാന്തിക തത്വം. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ നടക്കുന്ന പ്രോസസ്സും ഈ കാന്തിക തത്വമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, മടുത്തോ? ബോറായോ? സംശയം ലാസ്റ്റ് ചോദിച്ചാൽ മതി. വേറെ ചോദ്യമാണോ? വേറെ ഡൗട്ടാണോ? വേറെ ആണോ? ആ, ഒരേ സ്വഭാവമുള്ളവർ തമ്മിൽ പ്രശ്നമായിരിക്കും പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പം എല്ലാരും ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ വൈബ്. നമ്മൾ ഒരേ വൈബിലുള്ള ആൾക്കാരാണ് അത്. അപ്പൊ അവര് എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവര് ഭയങ്കര ക്ലോസ് ആയിരിക്കും, എല്ലാം ചെയ്യുന്നത്. ആ വൈബ് എന്നുള്ള വാക്കിൽ ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അത് എന്റെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടം ഒന്നായതുകൊണ്ടാണ്. എന്റെ സ്വഭാവം ആളുടെ സ്വഭാവം ഒന്നായതുകൊണ്ടല്ല. എന്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും ഒന്നാണ്, അതാണ് വൈബ്. പക്ഷെ എന്റെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവവും ഒന്നല്ല. ഇതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ അല്ല, ഇത്തരം ചെറിയ ചോദ്യങ്ങളിനകത്തോടെ വരണ ചോദ്യം ചിലർ ഈ വിഷയം വിട്ട് വേറെ ചോദിച്ചാൽ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളെ തന്നെ വേറൊരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടാൽ നമുക്ക് നമ്മളെ തന്നെ സഹിക്കാൻ പറ്റില്ല എന്നാണ്. നമ്മളെ തന്നെ ഈ പറയുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഓണാക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ എന്തോ തൊഴിലാളിയെ പോലെ തോന്നുന്നു ഞാൻ. കാരണം ഞാൻ പിന്നെ ആരെടുത്ത് പറഞ്ഞ ക്യാമറ ഒരാള് സംശയം ചോദിച്ചിട്ട് സത്യം പറഞ്ഞ ഡ്രൈവിംഗ് മാത്രമല്ല, എന്റെ ജോലിയിലും കൂടെയാണ്. ഓ ശരി 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 ശരി. ആ ഓക്കെ, കുറച്ചു നേരത്തേക്ക് കുഴപ്പമില്ല, ഈ സംശയത്തിന് കിട്ടിയാ മതി. ഞാൻ ചോദിച്ചത് മാഷിന് മനസ്സിലായോ? നമ്മളെ തന്നെ വേറൊരു വ്യക്തിയായിട്ട് നമ്മളൊരു സയാമീസ് ഇരട്ട പോലെ കണ്ടാൽ നമുക്ക് നമ്മളെ തന്നെ സഹിക്കാൻ പറ്റില്ല എന്നാണ്. ചിലപ്പോ ആലോചിക്കുമ്പോ അതേ സഹിക്കാൻ പറ്റില്ല. അത് തന്നെയാണോ മാഷ് ഉദ്ദേശിച്ചത്? അത് നമ്മള് ദുഃഖമോ കാര്യങ്ങളോ ഏത് വരുമ്പോഴും ഇപ്പൊ ഈ പറഞ്ഞ പ്രോസസ്സിനാണ് സത്യത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ നമ്മൾ കാണുന്നതിനെയാണ്, മറ്റൊരാളായിട്ട് കാണുന്നതിനെയാണ് മെഡിറ്റേഷൻ. അവിടെയാണ് നമ്മളെ ഫാൾട്ട് നമ്മൾ അറിയാതെ തിരുത്തപ്പെടുന്നത്. നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അവിടെ ആ തിരുത്തൽ നടക്കുന്നത്. നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, ആ തിരിച്ചറിവാണ് മെഡിറ്റേഷൻ. ശരിയാണോ? പക്ഷെ അതേസമയം വേറൊരാളാണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അല്ലെങ്കിൽ മനസ്സിലായില്ലേ, അവർ രണ്ടുപേരും എക്സ്ട്രാ ആശയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. സംഭവങ്ങളോ വ്യക്തികളായിട്ടോ ബന്ധം വരരുത്. പിടിയിട്ടില്ലേ? ശരിക്കും ഇപ്പൊ ടീച്ചർ പറഞ്ഞ പ്രോസസ്സിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ട് എനിക്കൊന്നും തോന്നുന്ന ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ സ്വഭാവം മൊത്തത്തിൽ കാണുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, അത് നിർത്തയാണ്. കാരണം എന്താ, മൊത്തം തെറ്റല്ലേ, കുറ്റങ്ങളല്ലേ കിടക്കണം. ഞാൻ കള്ളത്തരം വെച്ചുകൊണ്ട് എന്തായാലും മെഡിറ്റേഷൻ, മനസ്സിലായില്ലേ? അതായത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ മെഡിറ്റേഷനിൽ ഇരിക്കാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, തലച്ചോറ് നമ്മളുടെ മനോഭാവത്തെ, നമ്മളെ തലച്ചോറ് നമുക്ക് പിടിതരില്ല. അപ്പോഴെന്ത് ചെയ്യും, നൈസിന് പുറത്തുനിന്നുള്ള ചിന്തകളൊക്കെ കയറ്റി അങ്ങ് വിട്ടുതരും. നീ ഇത് നിന്നെക്കുറിച്ച് നീ ആലോചിച്ച് നീ നിന്നെ ക്ലിയർ ചെയ്യാൻ നോക്കണ്ട, നീ അവിടെ എവിടെയൊക്കെ പോയി അലഞ്ഞിട്ട് വാ നിന്റെ മനസ്സെ. മനസ്സിലായോ? അപ്പൊ എന്നിട്ട് നമ്മൾ പറയും, അപ്പൊ കണക്റ്റ് ആവുന്നുണ്ടോ? ആ ചോദ്യം നല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധാതത്വം. ഓക്കെ, ശ്രദ്ധാതത്വത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇതിൽ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എടുക്കുന്ന എത്ര പേരുണ്ട്? ക്ലാസ് എടുക്കുന്നവരും ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് ചെയ്യുന്നവരുമായിട്ട് എത്ര പേരുണ്ട്? ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും? ഒന്ന്.
2 ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ. നിങ്ങൾക്ക് 2 പേരേ ഉള്ളൂ. ആ ആ ആ ലോ ഓഫ് അട്രാക്ഷൻ വായിച്ചിട്ടുണ്ട്. അല്ലെ കോഴ്സ് നടത്തുന്ന ബാക്കി എല്ലാവർക്കും അറിയണം. എന്നാലും ഇവർ എക്സ്ട്രാ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അതിന് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ആ കോഴ്സ് ചെയ്യുന്നില്ലേ, അപ്പൊ അതുകൊണ്ടൊരു അതെ അതെ അതെ, അതും അവിടെ ഞാൻ പറയുന്നത് 4 പറയുമെന്ന് പറഞ്ഞു. 4 ഇതും കൂടെ വന്നാലേ അത് ഇന്ന് പറയുമ്പോ അപ്പൊ അത് ഇത് സംഭവം വച്ചെന്നേ ഉള്ളൂ. അടുത്ത ആശയ തത്വം വരണം. അപ്പൊ ആശയ തത്വം പറഞ്ഞിട്ട് ശ്രദ്ധാതത്വം പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ പറയാൻ എളുപ്പം, നിങ്ങൾക്ക് വ്യക്തമാക്കാൻ എളുപ്പം ഇനി ആശയ തത്വം വരുമ്പോഴാണ്. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധാതത്വം എന്ന് പറഞ്ഞാൽ 3ാമത്തെ തത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങോട്ടാണോ എന്തിലേക്കാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിലേക്ക് എന്ത് ചെയ്യും, ആ ഏരിയയിലേക്ക് ഊർജം പ്രവഹിക്കും. മനസ്സിലായോ? ആ ഭാഗങ്ങളിലേക്ക് ഊർജം പ്രവഹിക്കും. ഏത് കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നോ ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യും, ഊർജം പ്രവഹിക്കും. ഊർജം എന്താണ്? ശ്രദ്ധാതത്വം, ഊർജതത്വം. മനസ്സിലായില്ലേ? ഊർജം പ്രവഹിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? ഊർജം പ്രവഹിച്ചാൽ കാന്തികത ഉണ്ടാവും. കാന്തികത ഉണ്ടാവും. മനസ്സിലായോ? അതെ, അല്ല കാന്തികത ഉണ്ടാവും. അപ്പൊ ഈ ലോജിക്ക് മനസ്സിലാക്കിയിരിക്കുക. വെറുതെ നമ്മളെ അല്ല, നമ്മൾ അതായത് നമ്മള് കുറച്ചും കൂടി ഈ ആ റൂട്ട് അറിഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങോട്ട് അങ്ങ് കാണുക എന്നുള്ളതാണ്. അല്ല നമ്മള് കണ്ണടച്ചിട്ടിരുന്ന് എന്തോ അങ്ങ് സംഭവിക്കും അങ്ങനെ ചിന്തിക്കരുത്. സംഭവം സംഭവിക്കും, പക്ഷെ അതിനേക്കാൾ പവറുമാണ്, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം. എന്നാൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷനോ അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. മനസ്സിലല്ലേ? മാനിഫെസ്റ്റേഷൻ ചെയ്യല. കാരണം എന്താണ്? അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആഗ്രഹിക്കാൻ തോന്നുമ്പോൾ അങ്ങ് ആഗ്രഹിച്ചോളും. അത് ചിലപ്പോൾ നടക്കാൻ തോന്നണമെങ്കിൽ എങ്ങനെ നടന്നോളും, ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും വഴിക്ക് പോയിക്കോളും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവര് അതും കൂടെ വിശ്വസിച്ച് ഇത് നിങ്ങളെ കോഴ്സും കൂടെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളിലേക്ക് വന്ന. പക്ഷെ അവസാനം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കുറച്ച് കാര്യം കൂടെ പറയും. അപ്പൊ അതും കൂടെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊടുക്കാവും. മനസ്സിലായില്ലേ? അപ്പൊ അവർ കുറച്ചും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വേറെ ഓരോ ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷനോ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പവറോ ആയിരിക്കില്ല, ആ ഒരു ഇന്റലിജൻസും ആയിരിക്കില്ല അവർക്കുണ്ടാവുക, അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുക. മനസ്സിലല്ലേ? ബാക്കിയുള്ളവരെല്ലാം വേറെ പട്ടം പോലെ പറന്നു പോകുമ്പോൾ നിങ്ങൾ എന്താണ്, റോക്കറ്റ് പോലെ നിങ്ങളെ പോയ കുട്ടികൾ റോക്കറ്റ് പോലെ ലക്ഷ്യസ്ഥലത്തേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതും കൂടി കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഇത് ബാക്കിയുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണം. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഇവരുടെ കോഴ്സിന് വേണ്ടിയുള്ള കാര്യമല്ല. ഞാൻ ഈ പറയുന്നത് നമ്മളുടെ തീരുമാനങ്ങളെ, നമ്മൾ ഇപ്പോൾ നമ്മളുടെ പ്രൊഫഷണലിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനം പറഞ്ഞത്. അതായത് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു, ആ ഡ്രൈവിങ്ങിന് എന്ത് ചെയ്യുക, നമ്മളെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്താനുള്ള റോഡ് നിയമമാണിത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ? അപ്പൊ ശ്രദ്ധ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് ഊർജം പ്രവഹിക്കും. അതുപോലെ കേട്ടില്ല പക്ഷേ ഞാനത് ആ വാക്ക് കേട്ടില്ല. സംസ്കൃതമാണോ? ആ ആ അത് തന്നെ, അത് സംസ്കൃതമാണോ സാർ പറഞ്ഞത്? ഓ ശരി ശരി, അതാണ് ഞാൻ ചോദിച്ചത്. ചുമ്മയല്ല ഞാൻ ഇതൊക്കെ ഭഗവത്ഗീതയല്ലേ, ചുമ്മയല്ല ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഭഗവത്ഗീത എന്നാണോ പറയണത്, അല്ലെങ്കിൽ ഇന്ന ബുക്ക് എന്നാണോ പറയണതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പണ്ട് അതല്ല ഹെഡിങ്ങാണ് തുറന്നപ്പോ ബ്രെയിന് വീണ് എടുത്ത് ഞാൻ പറഞ്ഞില്ലേ കുറെ ബുക്ക് ഉണ്ടായിരുന്നു. ആ സമയത്താണ്ട വീണ സാധനം കയറി വരികയാണ് ഇപ്പൊ. ഓക്കെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഈ ഇവിടെ നിന്ന് ഒന്നുമില്ല നിങ്ങളുടെ ബ്രെയിനിലോ അല്ലെങ്കിൽ നിങ്ങളിലേ ഉള്ളു. എൻ്റെ ഇവിടെ ഈ കോഴ്സിൽ വന്ന
അഡ്മിഷൻ എടുത്ത് എല്ലാവരും ഓക്കെ ആയി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിന് മുമ്പ് ഞാൻ പിന്നെ രണ്ടാ പറയണേ, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്നും കിട്ടാനൊന്നുമില്ല, ആകെ കിട്ടണമെങ്കിൽ ഒരു ടോർച്ചേ കിട്ടുള്ളൂ. ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തില്ല, പൈസ അടച്ചു തീർന്നെല്ലാം പറഞ്ഞ അതാണ്. അപ്പോഴേ അവരുടെ പെട്ടടാ, പൈസ അടച്ചു പോയല്ലേ, ഇനി ഒരു ടോർച്ചിന് വേണ്ടി 2000 രൂപ കൊടുക്കണോ? പൈസ അടയ്ക്കുന്നതിനും പണിപ്പം പറഞ്ഞിരുന്നെങ്കിൽ അതുവഴി പോയെങ്കിലും ചെയ്തു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അത് നിങ്ങളിപ്പോ ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തെങ്കിൽ ഒരു യുക്തിവാദി അവന്റെ ശാസ്ത്രത്തിൽ നിന്ന് എടുക്കും, ഒരു ക്രിസ്ത്യാനി അവന്റെ ബൈബിളിൽ നിന്ന് അതെടുക്കും. കാരണം എല്ലാം ഒരേപോലെ കണക്ട് ചെയ്ത് ആസൂത്രണം ചെയ്ത് വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അതാണ് എന്റെ വഴിയുള്ളൂ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഊർജ്ജ തത്വം പറഞ്ഞപ്പോ തന്നെ എല്ലാം ഒന്നായിട്ട് കണക്ട് ആയി നിൽക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് അല്ലേ? അതെ, അതുകൊണ്ടാണ് അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവരുടെ ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് ചേർക്കുക. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ എന്നിട്ട് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തപ്പോൾ ഞാൻ എല്ലായിടത്തും ഒരു കാര്യം പറഞ്ഞല്ലോ. അതല്ലേ ഞാൻ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ പറയും, ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്, പല സ്ഥലത്തുനിന്ന് വന്നവരാണ്, പുലികളാണ്. നിങ്ങളുടെ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് അവരോട് പറയണം, നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അത് പറയണം. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നു. കാരണം നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടി. ഞാൻ ഇതിനകത്ത് ഗേറ്റ് തുറന്ന് ആൾക്കാരെ വേഗം അകത്തോട്ട് വിടണം, 4 മാസം കഴിയുമ്പോൾ ഗേറ്റ് തുറന്ന് പുറത്തോട്ട് വിടണം. വലിയ സംഭവമാണ് ടോർച്ച് എന്നുള്ള ഒരു സംഭവം തന്നെ, വലിയ സംഭവമാണ്. അത് ചിന്തിച്ചാൽ മനസ്സിലായില്ലേ? ഒരു വ്യക്തി പോലും താങ്കളുടെ ഒരു ക്ലാസ് കേട്ട ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, TA സൈക്കോളജി. അത് കേട്ട ഞാൻ ഇതില് ഇരിക്കുന്ന ഒരുപാട് പേര് നമ്മളുണ്ട്. അതായത് ഒരുപാട് PhD വാങ്ങിച്ചവരും PhD എടുത്ത ആൾക്കാർ വരെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് പോയിട്ടുണ്ട്. അവര് പോലും വെരി സോറി, എന്നോട് എല്ലാവരും ഞാൻ ഒരു ഓവറായിട്ട് പറയാൻ ശ്രമിക്കും. ക്ലാസ് വിദ്യാഭ്യാസമുള്ള എന്നെ കുറിച്ചല്ലേ ക്ലാസ് മാത്രം വിദ്യാഭ്യാസ സുഭാഷ് സാറിനെ സാറേന്ന് വിളിക്കാൻ അക്ഷരം തെറ്റാതെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 PhD ക്ലാസ് അറ്റൻഡ് മനുഷ്യനാണ്. എന്നിട്ട് പോലും ഒരു PhD ക്ലാസ് നമ്മൾ കേൾക്കാത്ത, ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ക്ലാസ്സിൽ നിന്ന് കേൾക്കാത്തതിൽ കൂടുതൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ തലയിലേക്ക് കയറുന്നു. വളരെ സിമ്പിൾ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലയിൽ ഗ്രൈനേഡ് വെച്ച് പൊട്ടിച്ച പോലെ കയറണം. അല്ലാതെ വളരെ സത്യമുള്ള ചിന്തിച്ചാലും മതിയാവില്ല. ഞാൻ സാറിന് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്താ ഈ പുള്ളി പറയുന്നത്. ഞാൻ കുറച്ച് കേട്ട് ഒന്ന് വിട്ടു, ഇനി കേൾക്കണം എന്ന് ഓർത്തു. അപ്പൊ ഞാൻ ഓർത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, എന്തൊക്കെയോ പറയണ്ടേ, ഇൻട്രസ്റ്റ് ചെയ്ത് കണ്ടില്ല. പിന്നെ ഞാൻ ABC മലയാളത്തിലെ ഇന്റർവ്യൂ എനിക്കറിയാം. ഞാൻ സാറിനോട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ശിഷ്യര് റെഡി ആകുമ്പോൾ ഒരു പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. ഞാൻ റെഡി ആയപ്പോ എന്റെ മുന്നിലേക്ക് സാറ് പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ ഞാൻ കണ്ട് മറന്ന മുഖം, മൈൻഡ് ചെയ്യാത്ത മുഖം. പക്ഷെ ഇന്റർവ്യൂ കണ്ടപ്പോ അങ്ങ് പിടിച്ചിരുത്തി സാറിന്റെ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതൊന്നും നമുക്ക് നേടാനുണ്ട്. സാറ് പറയുന്ന ഓരോ വാക്കിലും ഇതുവരെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സാർ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഈ ലോകത്തിലെ എല്ലാ കലാപവും, എല്ലാ പ്രളയവും, എല്ലാ കോലാഹലങ്ങളും നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ആ മനസ്സിനെ നമ്മളെ എത്ര സൂക്ഷ്മതയോടെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വന്നത്. എനിക്ക് ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഈ ക്ലാസ്സിൽ വരാൻ പറ്റിയത്. ഓക്കെ അണ്ടാ, പണി എടുക്കാനാ, എനിക്ക് അംഗീകാരം കിട്ടണ. സാറ് ബിസിനസ് പറയാം, 10 ക്ലാസ് കഴിഞ്ഞല്ലോ, 10 ബാച്ച് കഴിഞ്ഞല്ലോ. 11ാമത്തെ ബാച്ചിലോട് പറയാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിന് 2000 വെച്ച് കഴിഞ്ഞാൽ പോലും ഇന്ന് സാറ് ഈ ക്ലാസ് ഒന്ന് നിർത്തുക, നിങ്ങൾക്കൊക്കെ കാശ് തിരിച്ചൊന്നും തോന്നില്ല. എല്ലാവർക്കും 2000 തിരിച്ചെടുത്ത് പറഞ്ഞാൽ മതി. ഇനിയുള്ള ഓരോ ക്ലാസ്സിനും 2000 തോന്നാൽ പോലും ഈ ഇരിക്കുന്നതിൽ 99% പേരും പേ ചെയ്ത് ഓരോ ക്ലാസ്സും 2000 വെച്ച് പേ ചെയ്ത് എന്നാ ഭക്ഷണാക്കല്ലേ. അത്രയും ഷുവറാണോ? അല്ല സത്യം. ഒരു മറ്റേ ഈ ഞാൻ പേര് സാറിനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പേഴ്സണൽ 12,000 രൂപ 15,000 രൂപ ഒരു ക്ലാസ്സിൽ ഒരു ദിവസത്തെ 4 മണിക്കൂർ 5 മണിക്കൂർ വന്ന് സിനിമാക്കാരെ മറ്റു പോകണം പറ്റണോ? ആ TA സൈക്കോളജിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാസ്സിന് കൊടുക്കണം. ആ 1 മണിക്കൂർ സാർ എടുത്തുന്ന ക്ലാസ്സിന് കൊടുക്കണം ഈ 15,000 രൂപ സാധനം. അപ്പൊ അതിലുള്ള എന്താ വേണ്ടത്?
ഞാൻ സാറ് വെറുതെ എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ടാ പറഞ്ഞു. നമ്മളെ കേട്ടാ ശ്രീ സാറേ നമ്മളെ പഴയ ഇപ്പൊ ഈ പുതിയ ബാച്ചുകാരുണ്ടല്ലോ, ഇപ്പൊ വന്ന പുതിയ ബാച്ചുകാർക്ക് എല്ലാവർക്കും നമ്മളിൽ കുറച്ചു പേരുടെ ശബ്ദം അറിയാം. എന്താണെന്നറിയാമോ, അന്ന് ഞാൻ ഫീഡ്ബാക്ക് എടുത്ത് എല്ലാവരുടെ ചോദിച്ചില്ലായിരുന്നു. പുതിയ ബാച്ചിൻ്റെ അടുത്ത്, 7ാമത്തെ ബാച്ചിൻ്റെ അടുത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് എന്ത് നിർദ്ദേശം കൊടുക്കണമെന്നുള്ളത്. അത് ഇപ്പോഴും ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് ഈ അത്രയും ഭാഗം ഞാൻ വെട്ടി വോയിസ് ആക്കി ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഇട്ടില്ലേ. അതായത് നമ്മളെ സീത ടീച്ചറ് ഇത്രയും പേര് പറഞ്ഞ ആ സംഭവം ഇപ്പോഴും ഞാൻ എന്റെ ബിസിനസ്സിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ല ഇപ്പൊ അത് ഞാൻ സാറിനോട് ഇപ്പോഴും ഒരു അംഗീകാരമായിട്ട് പറഞ്ഞതല്ല, ഇതിന്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞത്. ഈ മെന്റൽ പവറിന്റെ സാറിന്റെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞത്. ഞാൻ വെറുതെ സാറിനൊക്കെ ഒരു ഈ ഇപ്പൊ നമ്മൾ പറയുന്ന 4 തത്വങ്ങള് PhDക്കോ അല്ലെങ്കിൽ MSc ഫിസിക്സിന്റെ ടോപ്പ് സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. ഏതെങ്കിലും ഇവിടെ നമ്മൾ ഇരിക്കുന്ന MSc അല്ലെങ്കിൽ മാസ്റ്റേഴ്സിലെ ഫിസിക്സിൽ വിട്ടുള്ള ആരോടും ചോദിച്ചു നോക്കി അറിയാൻ പറ്റും ഇത് പഠിപ്പിക്കുന്ന എങ്ങനെയാണ്. ചക്കൻ ചുക്ക് വരാത്ത സാറന്മാര് എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ റെക്കോർഡ് എഴുതി വെച്ച് മാർക്ക് പഠിച്ചു പോയതാണ്. ഇതൊക്കെ റിയാലിറ്റിയിൽ പഠിച്ചപ്പോ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതൊക്കെ ആയിരുന്നു അല്ലേ അത് ഫിസിക്സ് സാറ് പറഞ്ഞത്. വേറൊരു നമ്മുടെ ഗ്രൂപ്പിൽ ഇരുന്നാലല്ലേ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, ഒരു കർണാടക ബേസ്ഡ് ഡോക്ടർ ആണല്ലേ ഇന്ന് വന്ന് അല്ല കോഴിക്കോട്ട് ഒരു ചേച്ചി മലയാള കർണാടക ഇന്ന് വന്ന് ഗ്രൂപ്പിൽ വന്നില്ല. കയറുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ് അവരുള്ള ക്ലാസ് അതെ എനിക്ക് അവരുടെ ക്ലാസ്സിൽ നിന്ന് കയറണുണ്ടായിരുന്നു. കാരണം ഇന്ന് ജോയിൻ ചെയ്തല്ലേ, നമ്മളെക്കാളൊക്കെ പോകുന്നുള്ളൂ അവര്. അപ്പൊ എക്സ്ട്രാ ക്ലാസ് ഇന്ന് സവിത ടീച്ചറിന് മനസ്സിലായില്ലേ അവര് ഇന്ന് ജോയിൻ ചെയ്ത കൽപ്പന ടീച്ചർ. സവിത ടീച്ചർ കേട്ടില്ലല്ലേ വോയിസ്? കൽപ്പന. അയ്യോ, ഒരു കൂട്ടം ഡിഗ്രി ഉണ്ട്. അല്ല ആ ടീച്ചറ് ആ ഡിഗ്രി ഉള്ളതുകൊണ്ട് ഡിഗ്രി കുറഞ്ഞു പോയതുകൊണ്ട് വന്നെന്നൊരു അർത്ഥമല്ല പറഞ്ഞ. അങ്ങനെ ഒരാളെ, അതും MSc സൈക്കോളജി പിന്നെ PhD അല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ കിട്ടിയേ. ഇപ്പൊ നാളെ ആ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞ റെക്കോർഡ് നടക്കാണ് കേട്ടാ. ടീച്ചറെ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നാ ടീച്ചർ ഇതുവരെ ക്ലാസ്സിൽ വന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ നമ്മളെ ഗ്രൂപ്പ്. അപ്പൊ തുടങ്ങട്ടെ, പെട്ടെന്ന് നിർത്താം. അതെ ഓക്കെ. അല്ല കോഴ്സ് നടത്തുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൂടുതൽ സൈക്കോളജിക്കൽ വശങ്ങളൊക്കെ അറിയാനും അവരോട് അങ്ങനെ ഇതിലെല്ലാവരും ഒരുപാട് പേര് ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. അതെ, ഇത്രയും നേരം വലിയ തത്വം പറഞ്ഞു നിന്നിട്ട് അവനെ കുറിച്ച് ആരും സംശയം ചോദിച്ചാൽ ഒരുപാടൊന്നും ചോദിക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പറയട്ടെ സമയം പോയാലും കുഴപ്പമില്ല അത് കേൾക്കാൻ. എന്തായാലും ഒരു കൊച്ചു കാര്യം കൂടെ ഞാൻ എന്നെ കുറിച്ച് പറയാം. ഇന്നിപ്പോ സാറ് പറഞ്ഞപ്പോ എനിക്കൊരു ഇന്ന് സതീഷ് സാറ് വിളിച്ചു, സതീഷ് സജീവ്, അതായത് നമ്മുടെ ആ പോഡ്കാസ്റ്റിൽ ഇരിക്കുന്ന അല്ലേ. അപ്പൊ ഇന്നൊരു ഡോക്ടർ അവരുടെ ഒരു പോഡ്കാസ്റ്റിനോട് വന്നു. അപ്പൊ അദ്ദേഹം ഈ ബ്രെയിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. വേറെ ഏതോ സബ്ജക്റ്റാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ ഡോക്ടർ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ സിസ്റ്റങ്ങളെ കുറിച്ചൊക്കെ മൊത്തം പറയാൻ വേണ്ടി ഒരുപാട് പാടുവിട്ടാലും പലർക്കും മനസ്സിലാവാറില്ല. ആ പയ്യൻ വന്ന് നിസ്സാരമായിട്ട് അടിച്ചിട്ട് എല്ലാത്തിനും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോയിരുന്നു. ഇന്നെന്നെ വിളിച്ചിട്ട് പറയുന്നത്, മാഷെ നിങ്ങളെ കുറിച്ച് അയാൾക്ക് ഭയങ്കര മതിപ്പ്, ഞാൻ എത്രയോ സ്ഥലത്ത് പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ എന്തെല്ലാം വേണ്ട. അവൻ ബ്രെയിനെ മനസ്സിനെ എല്ലാം കൂടെ കൂട്ടി ഇണക്കി അവൻ പഠിപ്പിച്ചിട്ട് പൊക്കളഞ്ഞു. ഞാനാലോചിക്കണേ എന്താ എനിക്ക് ഭ്രാന്താണ് അതിന് ഇവിടുത്തെ
എന്തിനാണെന്ന് തോന്നുന്നു. രണ്ടാമത് അതേപോലെ അക്ഷരം തെറ്റാതെ പറയാൻ പറയുമെങ്കിൽ പെട്ട് അപ്പോഴും നാക്കിന് വന്നും പറഞ്ഞ്. ഓക്കെ, നമ്മള് ബാബുരാജ് സാറിന് ദേഷ്യം വരെയാണ് ഇവൻ കഥ നീട്ടിക്കൊണ്ടുപോണ്. അടുത്തത് ശ്രദ്ധാതത്വം. രണ്ട് തത്വം. ശ്രദ്ധാതത്വം നമ്മൾ പറഞ്ഞത്, ശ്രദ്ധാതത്വം എന്ന് പറയുന്നത് നമ്മൾ ഏതിലേക്കാണോ ശ്രദ്ധിക്കുന്നത് അതിലേക്ക് എന്ത് ചെയ്യും? ഊർജം പ്രവഹിക്കും. അപ്പൊ ഊർജം പ്രവഹിച്ച് ആ ഊർജം പ്രവഹിച്ചാൽ എന്ത് ചെയ്യും? അതില് കാന്തികതയും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോളണേ. അപ്പൊ ഈ നമ്മളിലേക്ക് പോസിറ്റീവായിട്ടാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഊർജവും, നമ്മളെ അടുത്ത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഊർജവും നമ്മളിൽ കൂടുതലുണ്ടാവും. മനസ്സിലായോ? കണക്ട് ആയോ? സതി ടീച്ചറിന് കണക്ട് ആയില്ലേ? ഇല്ല. ശ്രദ്ധാതത്വം കിട്ടിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവ് ഊർജ്ജമായിരിക്കും. ഞങ്ങളെല്ലാവരും അതിനെ പറ്റി പോസിറ്റീവായിട്ടുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിലല്ലേ? ഞാനിപ്പോ ഇന്ന് രാവിലെയൊക്കെ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ 3:30 മണിയോടെ പോയി കിടന്നപ്പോ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോളേ പറഞ്ഞു തരുന്നിട്ട് 3:30 മണി കഴിഞ്ഞ് പോയി കിടന്നപ്പോ ഞാൻ 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റതില്ല, കാറ്റ് പോലെ എണീറ്റ. കാരണം തരുമോ, ഇന്നലെ ഇന്നൊക്കെ എനിക്കിപ്പോ കമന്റുകളൊക്കെ അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കമന്റുകൾ എന്നെ കുറിച്ച് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? എന്നാ എന്നെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കമന്റുകളായിരുന്നെങ്കിലാ 10 മണിക്ക് ഞാൻ എണീക്കുള്ളായിരുന്നു. മനസ്സിലായില്ലേ? ഇത് 1.5 മണിക്കൂർ ഉറങ്ങിയപ്പോ അത് 2-3 ദിവസം കിടന്ന് ഉറങ്ങിയ ഉഷാറിലാണ് ചാടി എണീച്ച് പോയത്. അതാണ് ആ ഊർജം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിലായാലും ഇവർ ഈ സീറ്റ് കളയാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് വയ്യ. ഈ വയസ്സായിട്ട് ഇവര് സീറ്റൊന്നും കളയാതെ വേണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ നിലവിൽ ബിൽഡ് ചെയ്ത് വെച്ച ആ ഊർജം നഷ്ടപ്പെട്ടാൽ അവർക്കുണ്ടാവണ ആ അവസ്ഥ വേറെയാണ്. പിന്നെ അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ നമ്മൾ ഇതിന് ഊർജ തത്വം എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പോകരുത്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ വന്ന ഇപ്പൊ ഈ 10ാം ബാച്ചുകാർക്ക്, ഓക്കെ, ഈ ഗ്രൂപ്പിലെ 10ാമത്തെ ബാച്ചുകാർക്ക് ഇപ്പൊ ഒരു പക്ഷേ ഈ പോഡ്കാസ്റ്റ് കണ്ട് എന്റെ ചിന്തയെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും മനസ്സിലായെന്ന് വിചാരിക്കും, കുറച്ച് ധാരണ ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി അവരത് കാണാതെ ഇതിൽ വന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇത്രയും പേര് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ എന്നിലേക്ക് അവരെയാണ് എന്നിലേക്ക് ശ്രദ്ധിപ്പിച്ചത്. നിങ്ങൾ പറയുമ്പോൾ പുതിയ ബാച്ചുകാരെ എന്നെ ശ്രദ്ധിപ്പിക്കുകയാണ്. ആ ശ്രദ്ധിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഊർജം പോലെ അവരിൽ നിന്നും എന്തായും പോസിറ്റീവായിട്ടുള്ള ഊർജം വരും. ആ ഊർജം വരുന്നതിനോടൊപ്പം തന്നെ അവർക്ക് എന്നോട് അട്രാക്ഷൻ ആവും, കാന്തികത കൂടും. നിങ്ങൾക്ക് നേരത്തെ ഉള്ള എന്റെ ക്ലാസ് കേൾക്കുകയും അത് ഇണങ്ങുകയും അത് കൊള്ളാമെന്നും തോന്നിയാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് അട്രാക്ഷൻ ഉണ്ടായെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്ക് പറഞ്ഞപ്പോൾ അവരുടെയും ശ്രദ്ധ പോസിറ്റീവായിട്ട് എന്നിലോട്ട് പതിയുകയും എന്നിലേക്ക് ആകർഷണം ഉണ്ടാവുകയും ചെയ്തു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് അത് ഞാനിത് പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ തലച്ചോറ് ഒരു അറിവും ഒരു പ്രത്യേക പാറ്റേണിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ച് ചിന്തിക്കരുത്. അതിനാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ അതിന് ആ ഫോക്കസ് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ആ കൂട്ടത്തിലായി പോകും. അതൊരു സൈക്കോളജിയാണ്. കൂട്ടത്തിലായി പോകും. മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ ക്യാരക്ടറിലായി പോകും നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഒരു മാർക്കറ്റിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ ആൾ കൂടി ഇങ്ങനെ അടുത്തോട്ട് പോയി നമ്മളും പോയി സാധനം മേടിക്കണം. അതിലേക്കായിരിക്കും നമ്മളെ അവരുടെ എല്ലാവരുടെ അറ്റൻഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മളവിടെ പോവുക. അതുകൊണ്ടാണ് ഒരു പാവപ്പെട്ടവരാണെങ്കിൽ പോലും ഒരാളിങ്ങനെ അടിക്കുമ്പോൾ മധുവിനെയൊക്കെ വയനാട്ടിട്ട് കൊന്നപ്പോ എല്ലാ മനുഷ്യരും മൃഗങ്ങളായോണ്ടല്ല കൊന്നവര്. പക്ഷെ ഒരുത്തനോ രണ്ടോ പേര് എനർജി അങ്ങോട്ട് കയറ്റി വിട്ടുകൊടുത്താൽ അവരെല്ലാം അത് ബാധിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? നമ്മൾ ദുഷ്ടന്മാരാണ്,
പക്ഷെ അവരെ പ്രവൃത്തി ദുഷ്ടം തന്നെയാണ്. എന്നാലും അതിന്റെ സൈക്കോളജിക്കൽ വശം ഇതാണ്. മനസ്സിലായില്ലേ? അത് അതിലേക്ക് ലയിക്കും. അത് റോഡിലായാലും നമ്മളും കൂട്ടത്തിലേക്കാണ്, നമ്മളും പോയി അടിക്കും. ചില സിനിമയിലെ കോമഡിയിലും കാണിക്കും, അടിച്ചതിന് ശേഷമാണ് എന്തിനാ വിഷയം ചോദിക്കുന്നത്. ഇവിടെ ഓടി വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു കമ്പെടുത്ത് ആ കൂട്ടത്തിൽ ഒരു തല്ലിക്കൊണ്ടുവന്നപ്പോൾ ഒരുത്തം പോയി അവനെ അടിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഇവിടെ എന്തൊരു വിഷയം, അവൻ നീ എന്തിനാ അടിച്ചത്? എല്ലാവരും അടിക്കുന്നു, അന്ന് പറഞ്ഞാൽ വെറുതെ ഞാനും അടിച്ച് വന്നു. ഈ പ്രോസസ്സാണ്. മനസ്സിലായില്ലേ? അപ്പൊ കൂട്ടത്തിൽ അത് ബാധിക്കും. അത് ഇതാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു വിഷയം, ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയത്തിന്റെ കണക്ടിവിറ്റി കട്ടായിപ്പോയി. എന്തായിരുന്നു ഞാൻ ഇത് പറഞ്ഞതിന് മുമ്പ് പറഞ്ഞത്? കേട്ടില്ല. ഓക്കെ. പോസിറ്റീവായിട്ടുള്ള, അതായത് അപ്പൊ നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം, നമ്മളെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് നിന്ന് പോകാതെ ഒളിച്ചൊക്കെ പോകും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങാതെ വരും. നമ്മളെ കുറിച്ച് ആൾക്കാർ നെഗറ്റീവ് പറയണമെങ്കിൽ, മനസ്സിലായില്ലേ? കുറ്റം പറയണമെങ്കിൽ കമന്റ് ബോക്സ് ഒന്നും നോക്കാറില്ല എന്ന് പറയുന്നത്. യെസ്, അതാണ് അവർ നോക്കാത്തത്. അവര് അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കാരണം ഇപ്പൊ കമന്റ് ബോക്സ് ഒക്കെ ഫേസ്ബുക്ക് വന്നതോടുകൂടി നല്ലതിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിപ്പോയി. അല്ല സോറി, അഴുക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിപ്പോയി. മനസ്സിലായില്ലേ? കാരണം മോശം കമന്റ് വന്നാൽ മനസ്സിലാക്കിയോളാം റീച്ചായി. മനസ്സിലായില്ലേ? അവനെ തിരിച്ച് ചീത്ത വിളിക്കാനും ചീത്ത വിളി കേൾക്കാനെങ്കിലും ആരെയും ചീത്ത വിളിക്കുന്നവരില്ല. ചീത്ത വിളിക്കാത്തവരുണ്ട്, കമന്റിലൊന്നും ചീത്ത വിളിക്കില്ല. പക്ഷെ ആരെങ്കിലും ചീത്ത വിളിക്കുന്നത് വായിച്ച് രസിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അപ്പൊ അത്രയും സമയം അവരവിടെ ഹോൾഡ് ചെയ്യും അവരുടെ ഇതിനകത്ത്. ഇതെല്ലാം ഇങ്ങനെ നടക്കുന്ന എല്ലാ കാര്യത്തിനകത്തും നടക്കുന്ന പ്രോസസ്സ് ആ ശ്രദ്ധാതത്വമായിട്ട് ബന്ധപ്പെടണം. അപ്പൊ അവന്റെ സമയവും അവന്റെ ഊർജ്ജമൊക്കെ അവിടെ ചിലവാക്കും. എല്ലാത്തിലും നടക്കുന്നതാണ്. ഓക്കെ, ഇത് ശ്രദ്ധാതത്വം. ഇനി ചുറ്റുപാട് നിന്നവരെല്ലാവരും നമ്മളെ പോസിറ്റീവായിട്ട് നോക്കുന്നു. ഓക്കെ, പോസിറ്റീവായിട്ട് നോക്കണം. പക്ഷേ നമ്മൾ വലിയൊരു കുറ്റവും ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലുള്ള വരെയാണ്. കുറ്റം ചെയ്തിട്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിലുള്ള വരെയാണ്. അവർ ഓരോരുത്തരും നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കേട്ടില്ല ടീച്ചറെ? കുറ്റബോധം അല്ല അവിടെ വരുന്നത്. ആദ്യം കുറ്റം ചെയ്തിട്ട് വരുന്നു എന്നുള്ളതാണ് കുറ്റബോധത്തിന്റെ അവിടെ. അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കള്ളത്തരം ചെയ്തിട്ട് വരെയാണ്. കള്ളത്തരമാക്കാം. അപ്പൊ എന്തോ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ്. എന്റെ കള്ളത്തരം പിടിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? ശില്പ മനസ്സിലായോ? ഓക്കെ, മൈക്കൊന്ന് ഓഫ് ചെയ്തോളണേ. പറയുന്നില്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തോളണേ. ഓക്കെ, അല്ലെങ്കിൽ സൗണ്ട് വരും. അതനുസരിച്ച് ആ വിഷയം അവിടെ കട്ടായി പോകും. പിന്നെ പൊടിയിട്ട് പിടിച്ചാൽ കിട്ടുന്നില്ല. അതല്ലേ ഇവിടെ പോകും. ഞാൻ പറയാൻ വന്നൊരു അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? വളരെ പോസിറ്റീവായിട്ട് ഇങ്ങോട്ട് വന്ന കാര്യത്തെ തന്നെ എന്ത് ചെയ്തു? തിരിച്ച് ആ പോസിറ്റീവായിട്ട് വന്ന എനർജി എന്ത് ചെയ്തു? തിരിച്ച് നമ്മൾ എന്ത് ചെയ്ത്? തള്ളി, വികർഷിച്ചു. കാന്തികതയുടെ ഓപ്പോസിറ്റ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആകർഷണ നിയമം മാത്രമേ ഉള്ളൂ. വികർഷണ നിയമത്തെ കുറിച്ച് ആരും പറയാറില്ല. ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഭയങ്കര ക്ലാസ് നടക്കുന്നുണ്ട്. വികർഷണ നിയമം ഉണ്ട്. അല്ല, ആകർഷണം മാത്രമായിട്ട് കാന്തികത ഉണ്ടോ? എന്താണ്? ഒന്നും കൂടെ വിശദീകരിക്കാമോ? ഏതാണ്? അതായത് ഞാനൊരു കള്ളത്തരം ചെയ്തിട്ട് വരികയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരാളെ അല്ലെങ്കിൽ കുറച്ച് പൈസ ആയിട്ട് മോഷ്ടിച്ചിട്ട് വരണമെന്ന് വിചാരിക്കാം. അപ്പൊ ഞാനിങ്ങനെ അതും കൊണ്ട് വരുമ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ നോക്കിയാലോ അല്ലെങ്കിൽ വേറെ ആര് നമ്മളെ
ചിലപ്പോൾ നമ്മളെ മുൻ പരിചയമുള്ളതാണ്, സ്നേഹത്തോടെ നോക്കിയാലും അവരിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ രക്ഷപ്പെട്ട് പോകാനും തോന്നും. അവരൊക്കെ നമ്മളെ പിടിക്കാനാണ് വരുന്നെന്നുള്ള ഫീലേ വരൂ. മനസ്സിലായോ? അതുപോലെ അതായത് കോഴിക്കട്ടവന്റെ തലയിൽ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ ഒരവസ്ഥ. കേട്ടില്ല. പണ്ടുള്ളവര് പറയില്ല കോഴി കട്ടവന്റെ തലയിൽ കൂടെ ഇരിക്കുമെന്ന്. നമുക്ക് എപ്പോഴും ഒരു പേടിയാണ് അതെ, എന്നെ നോക്കുന്നത് പറഞ്ഞിട്ടാണോ. അതെ അതെ അതെ. ആ കൂടെ ഇരിക്കുന്നു എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നത് ഇതിന്റെ വേറൊരു വെർഷനാണ്. ഇതിന്റെ വേറൊരു വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷണാർത്ഥം ഒരാളെ അന്വേഷിക്കപ്പെടുമ്പോഴത്തേക്ക് പരിശോധനയുടെ ഭാഗമാണത്. അതായത് ഞാൻ ഒരു കാര്യം അന്വേഷിക്കാൻ പറയുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും എവിടെ എന്തെങ്കിലും കിടക്കും. ആടിന്റെ കാലത്ത് കൂടെയെങ്കിലും കാണുമെന്ന് പറയുന്ന സാധനം പോലെ ഇത് നമ്മളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? വികർഷണം. മനസ്സിലായോ? ടീച്ചർ പറഞ്ഞ ഉദാഹരണത്തിന് കുഴപ്പമില്ല, പക്ഷെ അത് കുറച്ചും കൂടെ വേറൊരു ഏരിയയിലാണ് കൂടുതൽ ജോയിന്റ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞാണ്. മനസ്സിലായോ? മനസ്സിലായി മാഷെ. ശരി ശരി ശരി. അപ്പോഴേ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള നമ്മളെ ഉദ്ദേശം എന്താണ്? വികർഷിക്കും. ഓക്കെ. അപ്പം നമ്മളെ ഇവര് നമ്മളെ സ്നേഹത്തോടെ നോക്കിയെങ്കിലും നമ്മൾ അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലോ അല്ലെങ്കിൽ പല സുഹൃത്തുക്കളിലോ പെട്ടെന്നുണ്ടാകുന്ന വഴക്കും അല്ലെങ്കിൽ ദേഷ്യവും ക്രോധവും ഒക്കെ ഇതിനു മുന്നേ ഉള്ള എന്തെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും കള്ളത്തരമോ രഹസ്യ എന്താ സാധനങ്ങൾ ഒളിക്കപ്പെടാനും കൂടെ സാധ്യത ഉണ്ട്. അതിന് ഇവിടെ നടക്കുന്ന സംഭവം പോലും ഒരിക്കലും. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു കാര്യം വന്ന് വഴക്ക് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരായിട്ടും ബന്ധപ്പെട്ട കാര്യം ആയിരിക്കില്ല. ഞാൻ വേറെ ആരായിട്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കള്ളത്തരോ വേറെ ഏതെങ്കിലും ഈ മനസ്സിലായി പൂർണ്ണമായി, അതായത് നമ്മുടെ സെൻസിന്റെ എന്താണ് സെൻസിന്റെ മെന്റൽ സെൻസിബിലിറ്റി നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണത്. അത് മനസ്സിലായില്ലേ? ഭയങ്കര വിദ്യാഭ്യാസമുള്ളതാണോ മെന്റൽ സെൻസിബിലിറ്റി കേട്ടാ? ഇത് നമ്മുടെ മൈൻഡിൽ കൂടെ കേറിയിട്ടാണ് സാർ പറയുന്നത്. ഇപ്പൊ പിന്നെ മനസ്സിലാവില്ലേ? നമ്മൾ ചിന്തിക്കാത്ത തലത്തിലാണ് ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ. അത് തന്നെ. അല്ല, ഈ കാര്യം സംഭവം മനസ്സിലായില്ലേ? കറക്റ്റാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഓക്കെയാണ്. അപ്പൊ ഇനി നമ്മളൊരു പ്രവൃത്തി ചെയ്യാനായിട്ടിരിക്കുകയാണ്, തീരുമാനം എടുക്കാനായിട്ടിരിക്കുകയാണ്. ആ തീരുമാനം എടുക്കാനായിട്ടിരിക്കുമ്പോഴും അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴും ചുറ്റുപാടും നിന്ന് നെഗറ്റീവായിട്ട് നോക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോസിറ്റീവായിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിൽ കള്ളത്തരം കിടന്നുകൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്തതുപോലെ നമ്മളോട് നെഗറ്റീവ് എനർജി വിടുമ്പോഴും എന്തുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ പോസിറ്റീവായിട്ട് ഞാൻ സൂപ്പറാണ്, മനസ്സിലായില്ലേ, എൻ്റെ നല്ല കഴിവാണ്, അവരെല്ലാവരും നോക്കണം എന്നെ നല്ല മതിപ്പോടു കൂടിയാണ് എന്ന് ധരിച്ച് നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്താൽ അവിടെ എന്താണ് ആ നെഗറ്റീവിനെ തെറിപ്പിച്ച് കളയാൻ പറ്റും. ഇത്ര സിമ്പിളാണ് വിഷയം. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഞാൻ ഇനി നാളെ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഒരു കാര്യം പറയാണ്, തുടക്കം മുതൽ അവസാനം വരെ ക്ലാസ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നല്ലാതെ നിർബന്ധിക്കാനുമില്ല. നിങ്ങൾ അത് ചെയ്താ ഇത് ചെയ്താ ബാങ്ക് ഉണ്ടാക്കിയാ ഒന്നും ചിന്തിക്കില്ല. കാരണം ഞാൻ നിങ്ങളെ അങ്ങ് കൊണ്ടുപോയി അടുത്ത ഡയമണ്ട് ലെവലിൽ നിന്ന് ഞാൻ കൊണ്ടുപോകില്ല. എങ്കിലേ എനിക്ക് പ്രത്യേക ആവശ്യമുള്ളൂ. നിങ്ങളിത് ഈ കോഴ്സിൽ നിന്ന് പുറത്ത് പോകരുത്, മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഇവരെ ഇണക്കി ഡയമണ്ട് ലെവൽ വരെ കൊണ്ടെത്തിച്ച് അതിൻ്റെ വലിയ എമൗണ്ട് മേടിച്ച് നിങ്ങൾ അതിനകത്തേക്ക് കയറ്റണം എന്നൊക്കെ ഒരു പ്ലാനിൽ എന്ത് ചെയ്യും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്തായാലും നിങ്ങൾ ക്ലാസ് നഷ്ടമെന്ന് പറഞ്ഞ് 2000 രൂപ എന്തായാലും തിരിച്ചു മേടിക്കില്ല, അതെനിക്ക് ഉറപ്പായി. അപ്പം പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കും. അല്ലാതെ ഞാൻ എവിടെ ചെല്ലുമ്പോഴും എനിക്ക് നെഗറ്റീവായിട്ടാണ് ആൾക്കാർ തന്നുകൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും ഇതേ ഊർജം പ്രവഹിക്കുന്ന, അതായത് എല്ലാ വസ്തുവും പുറത്തേക്ക് ഊർജം പ്രവഹിക്കുന്നതാണ്. എല്ലാ വസ്തുവിനും പുറത്തേക്ക് ഊർജമുണ്ട്. അതായത് ഊർജങ്ങൾ രൂപപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ കത്തി ജ്വലിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, സൂര്യൻ വെളിച്ചം ഈ സൂര്യന്റെ വെട്ടം പോകുന്നത് വരെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ വെട്ടം വരെ കൊടുക്കാൻ വേണ്ടി ഈ അങ്ങ് ഭൂമിയിലൊക്കെ കുറെ ആൾക്കാർ ജീവിക്കണമെങ്കിൽ അവർക്ക് കിട്ടണമെന്ന് പറഞ്ഞ് വെട്ടം അവിടെ നിന്നിട്ട് അടിക്കുന്നതെന്നല്ല, അത് അവിടെ ഇരുന്ന് കത്തുന്നതാണ്, മനസ്സിലല്ലേ? വലിയ ഊർജപിണ്ഡം അങ്ങനെയാണെങ്കിൽ ചെറിയ ഊർജങ്ങളായ നമ്മളിൽ നിന്നും അതേപോലെ ഊർജങ്ങൾ പ്രവഹിക്കുകയാണ്.
മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ അത് നമ്മളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഊർജം നമുക്ക് പ്രവഹിക്കാം. അപ്പോൾ അല്ല, ഈ ഒരു ധാരണയൊന്നും ഇല്ലാതെ ഊർജം ഉണ്ടോ സാറേ? ഊർജം ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകുമോ സാറേ? തമ്മിൽ ഇടിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ സാറേ? ഇങ്ങനെ ലോജിക്ക് ഇല്ലാതെ ഇതിനെക്കുറിച്ചൊക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് തലച്ചോറില്ലാതാക്കാതെ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ എന്തായാലും വിഷയം ശരിയാണ്, പക്ഷെ ഇതിനെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക. അത് നിങ്ങളുടെ ജോലി. മനസ്സിലായ? ഓക്കെ. അപ്പൊ ഈ ഇത്രയൊക്കെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി ഊർജത്തെ എങ്ങനെയൊക്കെ ആശയവൽക്കരിക്കാം, ആശയതത്വം. അടുത്ത മനസ്സിലല്ലേ? പ്രകാശ ഊർജത്തിനും ശബ്ദോർജത്തിനും ഒരു ഖനമായിട്ടുള്ള വസ്തുവും എല്ലാം ഊർജത്താൽ രൂപപ്പെട്ടാണ്. ഇവിടെ എല്ലാം ഊർജത്താൽ രൂപപ്പെട്ടാണ്. അപ്പൊ എല്ലാ സംഭവങ്ങൾക്കും ഒരേ കാന്തികതയായിരിക്കും. പ്രകാശ ഊർജങ്ങൾ തമ്മിൽ ഒരേ പ്രകാശ ഊർജങ്ങളുടെ കാന്തികതയായിരിക്കുമോ ശബ്ദോർജങ്ങളുടെ കാന്തികത? ശബ്ദോർജങ്ങളുടെ കാന്തികത ആയിരിക്കും വേറെ കനരൂപങ്ങളുടെ കാന്തികത? മനസ്സിലായില്ലേ? ഈ ലോജിക്കേ ഉള്ളൂ. ഇതിന് വേറെ ദൂരെ നിന്ന് പോയി പഠിക്കാനും വേണ്ട. അപ്പൊ നമ്മള് ഇത് മനസ്സിലാക്കാതെ എന്ത് ചെയ്യണം? നമ്മൾ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കിയിട്ട് ഞാൻ കോസ്മിക് തത്വങ്ങളെ കുറിച്ചാണ് പറയണത്, പ്രപഞ്ച തത്വമാണ് പറയണത്. അപ്പൊ നമ്മൾ പ്രകാശത്തെ ആകർഷിക്കാനാണെങ്കിൽ നമ്മളിൽ നിന്നും പ്രകാശ ഊർജം ഉണ്ടാവണം. മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണമെങ്കിൽ, നിങ്ങളെ വായിൽ നിന്ന് എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ എന്നിൽ നിന്ന് എന്റെ ശബ്ദോർജം പോസിറ്റീവായിട്ട് അങ്ങോട്ട് വിടണം. അപ്പൊ അവിടെ കണ്ണുരുട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ സംസാരിക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംസാരിക്കണേ എന്ന് പറയുമ്പോൾ സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചോ? നിങ്ങൾ റോഡിൽ പോയി ഞാൻ നിൽക്കുന്നു, ഒരു സ്ഥലത്ത് ഒരു സിറ്റിയിൽ നിൽക്കുന്നു ചോദിക്കോ, ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നു, സമയം എന്തായി എന്ന് ചോദിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് അവർ പറയണം. ഓക്കെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്? അല്ലാതെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി അയാൾ ആദ്യം എന്ത് എന്നല്ല, അയാൾ ആദ്യമേ കണ്ണുവെച്ച് ഇങ്ങനെ ആക്കിയിട്ടേ എന്തെന്ന് ചോദിക്കൂ. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് പൊതു നോളജായിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ കൈ കാണാമല്ലോ, സമയം എന്താ? നമ്മൾ കൈ വെറുതെ വാച്ച് കെട്ടിയ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ആക്കിയാൽ അതൊരു പൊതു നോളജാണ്, കോമൺ സെൻസ് ആണ്. അത് ഈ ഊർജത്തെ നമ്മളെ കാണുന്ന ഊർജത്തെ ശബ്ദോർജമാക്കി അവിടെ ചെന്ന് അതിന്റെ റിസൾട്ട് ശബ്ദോർജമായിട്ട് വരും. അപ്പൊ നമ്മൾ ആകർഷിക്കുക എന്ന് പറയുന്നത് എന്തോ അത് മാത്രമല്ല, ഇത്രയും ആൾക്കാര് എൻ്റെ ക്ലാസ് കേൾക്കണമെന്നും എൻ്റെ ക്ലാസ് കേട്ട് ഇവൻ സൂപ്പറാണെന്ന് പറയണമെന്നുള്ളതാണ് എൻ്റെ ആകർഷണം. മനസ്സിലല്ലേ? ഇത് കാരണം ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞൊക്കെ ഇത്രയും കാലം ഞാൻ ഇതിന്റെ പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പല തവണയും, മനസ്സിലായില്ലേ? അതായത് എനിക്ക് ഇനി അങ്ങോട്ട് ഇനി അടുത്ത ഇത് വേണമെന്നില്ല. അത് എനിക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്, കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ പൈസ മേടിച്ചു പോയില്ലേ? ഏട്ടാ അല്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ല. പക്ഷേ ഞാൻ എത്ര വർഷത്തെ എൻ്റെ ഈ നോളജിന്റെ, എൻ്റെ ഈ കഴിവിന്റെ, അല്ലെങ്കിൽ ഇത്രയും ഈ സംഭവങ്ങൾ പറയുമ്പോൾ അതിന്റെ പിന്നില് ശരിക്കും എൻ്റെ മോളുടെ വൈഫിനെ പിന്നും വിടാം, മോളുടെ നാവില് ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള രുചി ഉള്ളിയും പച്ചളവും കഞ്ഞിയായിരിക്കും. എനിക്കിത് മതി, ഇത്ര മതി. ഈ കിട്ടിയ കമന്റ് മതി എനിക്ക്. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ വെറുതെ ആയി പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി എനിക്ക് എവിടെ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സീരിയസ്ലി ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോഴേ ശ്രദ്ധ, നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഏതൊരു കാര്യത്തിനെ പോസിറ്റീവ് ആക്കാനും പോസിറ്റീവായിട്ട് വരുന്ന കാര്യത്തെ നെഗറ്റീവ് ആക്കിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്.
മാഷ് പറഞ്ഞില്ലേ മാഷിന് ഇത് മതിയെന്ന്. നമ്മൾ ആഗ്രഹങ്ങൾ എപ്പോഴും വലുതായിരിക്കണം എന്നല്ലേ പറയാ? അല്ലല്ലല്ല അല്ല ഞാൻ അത് നമ്മൾ പ്ലാനുകൾ വലുതാവുക എന്നുള്ളതാണ്. എനിക്ക് ആഗ്രഹം വലുതാവണം എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞ ആഗ്രഹം അത് വേറൊരു കണ്ടീഷൻസ് ആണ്. അതായത് ഒരുപക്ഷെ എന്നാ ഞാൻ പറഞ്ഞത് വേറൊരു സെൻസിലാ പറയണം. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ ഇത്രയും ആവാതെ പോയെങ്കിൽ ഞാൻ വല്ലാതായി പോനെ. മനസ്സിലായോ? അവിടെ ആ സെൻസാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇല്ല അത് കഴിഞ്ഞ് ഞാൻ മാഷെ ശ്രീജിത്ത് സാറേ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോ എന്റെ ആക്ഷൻ കൊണ്ട് നിങ്ങളുടെ കണ്ണിലൂടെ ആ നോളജ് എത്തി. മനസ്സിലല്ലേ? എന്റെ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ചെവിയുടെ നോളജ് എത്തി. ബാക്കി 3 ഇന്ദ്രിയങ്ങളോട് എനിക്ക് ക്ലാസ് കൊടുക്കണ്ടേ? അവരെ ഫീലിങ്സ് ആക്കണ്ടേ? കിനസ്തെറ്റിക്ക് വർക്ക് ചെയ്യിപ്പിക്കണ്ടേ അവരെ? ഞാൻ കരഞ്ഞൊന്നുമില്ല. ഇത് ഈ ബാച്ച് പോയി അടുത്തതിനും പറയുമ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞ് കരയും. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? എന്നാലും ഇത്തിരി പോലും വിഷമം ബാക്കി ഇറങ്ങണ്ട ഞങ്ങക്ക്. അല്ല ഇത് ഇപ്പൊ കിട്ടിയത് ഇതാണ്, ഈ അനുഭവമാണ്. ഓക്കെ, ഞാൻ പറയാൻ വന്ന അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് പോസിറ്റീവായിട്ട് വന്നാൽ നെഗറ്റീവ്. ഞാൻ പറഞ്ഞു ഈ ഒരു വലിയ കഥ, ഈ ഒരു ചെറിയ കഥ, എൻ്റെ ഒരു ചെറിയ കഥയ്ക്കകത്ത് ഒരു വലിയ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞു നിർത്തിയ. സൂര്യപ്രകാശം പുറത്തേക്ക് വരുന്നത് അത് കത്തി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ വെട്ടം ലോകത്ത് ചൊരിയാനല്ല. അതേപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ അല്ലെങ്കിൽ ഓരോ വസ്തുവിലും ഓരോ സംഭവത്തിനും പുറത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഊർജം പ്രവഹിക്കുന്നുണ്ട്. ഊർജ രൂപത്താലാണ് ഇത് ഒരു വസ്തു ഉണ്ടായെന്ന് വിചാരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് ഊർജം ഇത് ഇങ്ങനെ ഇരുന്ന് പൊടിഞ്ഞു പോകണമെന്നുണ്ടായിരിക്കും നമ്മൾ ഇത് ഉപയോഗിക്കാതിരുന്ന. ഇത് മൗസാണ്. ഇങ്ങനെ ഇരുന്നാൽ അത് പയ്യെ കൊടുത്തടുത്ത് പൊടിഞ്ഞു പോകണം. എന്താണ് അതിൽ നിന്ന് തീർന്നേ പറ്റൂ. അതിന് ഇവിടെയാണ് മണ്ണിലും തൂണിലും തുരുമ്പിലും. ഈ ലോജിക്കാണ് ഞാൻ അവിടെ അടിക്കുന്നത്. ആ ജീവൻ എന്ന് പറയുന്നതാണ്. അപ്പൊ അതേ ഊർജം പ്രവഹിക്കുകയാണ്. മനസ്സിലല്ലേ? ഇതില് വേറെ കാര്യമല്ല. ഇതിൽ കൃത്യമായിട്ട് ഇപ്പൊ ഇത് കിട്ടുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ഇതിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇതിൽ ബാറ്ററിയും കൃത്യമായിട്ടുള്ള ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറെ കാലം നിൽക്കും. ഇത് ബാറ്ററി ചത്തൂടെ വെച്ച് അത്രയും കാലം നിൽക്കില്ല. ഇത് ഫിസിക്സ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. അത് നശിച്ചു തുടങ്ങും. അപ്പൊ അതേപോലെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എത്രമാത്രം പ്രവർത്തനക്ഷമതമായിട്ട് നമ്മൾ ഈ മറ്റു കാര്യങ്ങളെ, നമ്മളെ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുക. ഈ 3 തത്വം മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പൊ നമ്മൾ ഒരു പ്ലാനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധയും അതിലേക്ക് എനർജിയും അതിലേക്ക് കാന്തികതയും, മനസ്സിലായില്ലേ? ഉണ്ടാകുന്നതിനോടൊപ്പം അതിനോടൊപ്പം നമ്മളെ മനസ്സിലും എന്ത് ചെയ്യുക? ഉണ്ടാവണം. അപ്പം നമ്മളുടെ ജോലി കൃത്യമായി ചെയ്യാനുള്ളതാണ്. എൻ്റെ ക്രിയാശക്തി തലത്തിൽ നിന്നാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ക്ലാസ് എടുക്കുന്നവരെ മാക്സിമം അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം, സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പോകാനായിരിക്കണം. അല്ലെങ്കിൽ എക്കാലവും എന്തെങ്കിലും വരാൻ വേണ്ടി മാത്രം പ്രതീക്ഷിച്ചിരിക്കും. നിങ്ങളെന്ന് പഠിച്ചിറങ്ങി പോകുന്നതിൽ 60% ആൾക്കാരും പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ശപിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടിറങ്ങിയെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എത്ര പേര് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ ആ കാര്യം കൊണ്ട് അവർ ജീവിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കും. നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയടുത്ത് പറയണം. നിങ്ങളിപ്പോൾ ക്ലാസ് എടുക്കുന്നവരായിരിക്കും. നിങ്ങൾ പറയും, അത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. ഈ ക്ലാസ് വേറൊരു അഡിക്റ്റ് ഉണ്ട് ഇതിനകത്ത്. അതായത് അതിലേക്ക് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ്, ഇല്ല ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ പാപം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സെൻസ് വരും മൈൻഡിൽ. ഒന്നും കിട്ടിയില്ലെങ്കിലും, കാരണം പ്രപഞ്ചം ചലിപ്പിക്കുന്നുണ്ട്, അവരാലോചിക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് അവരാലോചിക്കുന്നുണ്ടല്ല, അവന് ആവശ്യമുള്ളത് പ്രപഞ്ചം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കിട്ടും. ഇവിടെ നമ്മൾ അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കൂടി ആയിരിക്കണം എന്ന് ഞാൻ പറയണം. അതാണ് നിങ്ങളുടെ പറയാനുള്ളൊരു കാര്യം പറഞ്ഞത്.
അപ്പൊ ഈ 3 സമയമായി, പെട്ടെന്ന് നിർത്താം. ഓക്കെ, ഒരുപാട് ഇറങ്ങിപ്പോയാ? ഇല്ലല്ലേ, ആരും പോയില്ല കേട്ടാ. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഇതേ സാധനം ഇത്രയും പവർ ഉണ്ട് ഇതിനെ നമ്മളുടെ ഉള്ളിൽ ഉപയോഗിക്കാം. ഉള്ളിൽ എനർജി ഉണ്ടേ, നമ്മൾ കാര്യം ആലോചിക്കുന്നതിൽ ഊർജം ഉണ്ടേ, ഊർജമുള്ള കാലത്ത് കാന്തികത ഉണ്ടേ. ഇതിനും കാന്തികത ഉണ്ടെങ്കിൽ ഇതും തമ്മിൽ ശ്രദ്ധിച്ചാൽ, ഇത് രണ്ടും തമ്മിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ആകർഷിക്കും. ആകർഷിക്കേണ്ടതാണെങ്കിൽ ആകർഷിക്കാനാണ് സാധ്യത. വികർഷിപ്പിച്ച് കളയാം, ഓപ്പോസിറ്റ് അടിച്ച് വികർഷിപ്പിച്ച് കളയാം. അപ്പൊ നമ്മൾ ഇനി ഈ കോഴ്സിലുള്ളവര് മഹാമസ്തിഷ്കമുള്ളവരാണ്. വെറും മസ്തിഷ്കമാണ് ചിന്തിക്കരുത്. വെറും മസ്തിഷ്കമാണെങ്കിൽ സാധാരണ രീതിയിൽ അങ്ങ് ജീവിച്ചങ്ങ് പോയാൽ മതി. നിങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ എന്തെല്ലാം പ്ലാനുകൾ ചെയ്ത് ജീവിച്ചു വരുന്നവരാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ വെറും മസ്തിഷ്കമുള്ള ആളെന്ന് വിചാരിക്കരുത്. മഹാമസ്തിഷ്കം ഉള്ളവർ തിരിച്ചറിഞ്ഞവരാണ്. 1ാമത്തെ 2ാമത്തെ ന്യൂറോണിന്റെയൊക്കെ ചാപ്റ്ററുകൾ പഠിച്ചു വന്നവരാണ്. അത് അറിയാവുന്നതാണ്. അത് പഠിച്ചില്ല, ആ PDF ഫയല് ആ മൊബൈലിനകത്ത് തന്നെ ഇരിക്കണമെങ്കിൽ അവിടെ ഇരിക്കട്ടെ, കുരുക്കും. പണ്ടില്ല മൈപ്പിൽ കുരുക്കണക്ക് കുരുക്കും. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക, PDF ഫയൽ കുരുത്തേക്കണേ മൈപ്പിൽ. ഇപ്പൊ ബുക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി നെഗറ്റീവ് എവിടെ ആരിങ്ങോട്ട് വന്നു പറഞ്ഞാലും നമ്മളെ കുറിച്ച് അത് പോസിറ്റീവായിട്ട് നാളെ എങ്കിലും ചിന്തിക്കുമെന്നെങ്കിലും വിചാരിക്കണം. എന്റെ വിജയം നാളെ അവരെ മനസ്സിലായില്ലേ? അതായത് ഞാൻ ഇവിടെ ഈ ഗ്രൂപ്പ് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പലരും എൻ്റെ ഇത് കണ്ടിട്ട് എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരുത്തരും നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് വരുമല്ലോ. ഇതിൽ ഏതാ ഒരു ഉണ്ണികൃഷ്ണനാണ്, ഏതാ ഒരാള്, ആ പുള്ളി എടുത്തിട്ട് ഞാൻ അപ്പം മാക്സിമം നേരം നെറിയെന്നുള്ള പേരും എനിക്ക് ഇപ്പം ഞാൻ അറിയാലോ, ഞാൻ ഒരിക്കലും ഒരു സൈലന്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. ഞാനിപ്പോൾ കോഴ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒതുങ്ങിയില്ലെങ്കിൽ അത് എൻ്റെ കുട്ടികൾ എന്നെ മിക്കവാറും ഇയാളെന്തെന്ന് പറയും. അതുകൊണ്ട് ഞാൻ നിൽക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ എന്താണ് വളരെ ശുദ്ധനായിട്ടുള്ള എൻ്റെ നാട്ടിൽ നിന്ന് തെറ്റ് വീഴരുത്, എൻ്റെ ശരീരത്തിൽ എൻ്റെ പ്രവൃത്തിയിൽ ഒരു തെറ്റും വരരുത് എന്നൊന്നും ചിന്തിക്കുന്ന ഒരാളെന്നല്ലേ ഞാൻ പറഞ്ഞാണ്. പക്ഷേ എൻ്റെ ഏകദേശമുള്ള എല്ലാ വീഡിയോസിനും ഞാൻ ഇവിടെ ഇട്ടേക്കുന്ന എല്ലാ വീഡിയോസിനും വളരെ മോശമായിട്ട്, മോശം എന്ന് പറഞ്ഞാൽ ചീത്തയല്ല, അവൻ വളരെ ഫാമിലി ഫോട്ടോയൊക്കെയാണ് ഇട്ടേക്കുന്നത്. അവൻ ഇട്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ഭൂമി എന്ന് പറഞ്ഞത് ഭൂമിയല്ല, അതായത് അവൻ എഴുതിയാൽ മതിയല്ലോ, നാക്കൊണ്ട് അവൻ പറയുന്നില്ലല്ലേ, എനിക്കത് കേട്ട് തീർത്തണമെങ്കില ഭൂമിയല്ല ഭൂമി എന്ന്. ഇത് രണ്ടും ഞാൻ വായിക്കുന്നതിന് എഴുതി കേട്ടാലേ എനിക്ക് തിരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഈ എഴുതുന്നതൊക്കെ ഭയങ്കര ഫാ അല്ല ഫൂ എന്നൊക്കെ ആക്കിയിട്ട് ഈ എഴുതുമ്പോഴേ ഇത് ഇവര് പറഞ്ഞല്ലേ എന്റെ ചെവിക്ക് അറിയത്തുള്ളൂ ഞാൻ എങ്ങനെ പറയണമെന്ന്. ഓക്കെ, എനിക്കറിയാം എവിടെയൊക്കെ, അല്ലെങ്കിൽ ഈ വാക്കൊക്കെ കേരളം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുള്ള ഇത് തന്നെ. ഇയാൾ ഇങ്ങനെ എന്നിട്ട് അങ്ങനെയെങ്കിലും പറയാൻ പഠിക്കാദ്യം എന്ന് പറഞ്ഞിട്ട് വെറുതെ ആൾക്കാരെ 2000 രൂപ മേടിച്ച് പറ്റിക്കാനായിട്ട് ആളുടെ കമന്റിലാണ് ഓരോന്നിലും. അങ്ങനെ ഞാൻ പേഴ്സണലി എന്ത് ചെയ്തു, ഞാൻ ആളിന് മെസ്സേജ് അയച്ചു. ഞാൻ ഈ തത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല ഞാൻ പറയണം, ഈ കാര്യത്തെ കുറിച്ചാണ് പറയണം. ഞാൻ പേഴ്സണലി ആളിന് മെസ്സേജ് അയച്ചു ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് നിങ്ങളെ പൈസ വാങ്ങിയോ, അപ്പൊ എങ്ങനെ ഇതിന് ഫീസ് 2000 രൂപ ആൾ മനസ്സിലാക്കി. അപ്പൊ ആ ആള് പറയല്ലേ, പേഴ്സണലി പറഞ്ഞതിന് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇതിലോട്ട് വരാൻ, അതായത് ഇതിനകത്ത് എന്നെ വയലന്റ് ആക്കണം. നീ പേഴ്സണലി വരണതിന് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ. ഓക്കെ, അപ്പൊ ഇവ 3-4 വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചേ ഇതെല്ലാം കൂടെ അവൻ എല്ലാത്തിനും കമന്റുകൾ പറഞ്ഞേക്കാണല്ലോ, പലതിനും നെഗറ്റീവ്, ഇതിന്റെ എല്ലാത്തിന്റെ ഒരേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവൻ ഏതെങ്കിലും പോസ്റ്റ് ഇടുമല്ലോ. അപ്പൊ അതിന്റെ അകത്തോടെ ഇത് എന്റെ പറമ്പിൽ ഒന്ന് നീ ഛർദ്ദിച്ച സാധനം എല്ലാം എന്താ കിടക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവന്റെ സ്ക്രീൻഷോട്ട് ആവുമ്പോൾ അവന്റെ ഉണ്ട്, മനസ്സിലായി. അങ്ങനെ ചിന്തിച്ച് അവൻ കൊണ്ടുവന്നൂടെ ശ്രദ്ധിച്ചില്ല അവന്റെ. അപ്പൊ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനായാലും ശ്രദ്ധിക്കാൻ വേണം, അതിൽ ശ്രദ്ധിച്ചാൽ എന്ത് മാറും, ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചാൽ അതിലേക്ക് ഊർജം പോകും, അതിലേക്ക് കാന്തികത ഉണ്ടാവും, അവനെ കുറിച്ചുള്ളതായിരിക്കും എന്റെ തലച്ചുള്ള ആശയം. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് അവരോടുള്ള ദേഷ്യോടെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് കാണിക്കും, മനസ്സിലായില്ലേ? അപ്പൊ
പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? 3 ആഴ്ച 4 ആഴ്ചക്ക് മുമ്പ് ഈ ഇവ ഇട്ട ഈ വീഡിയോസിന് മൊത്തം എൻ്റെ ഇപ്പോഴത്തെ ABCയുടെ ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇവന്റെ കമന്റ് ആര് കണ്ടിട്ടുണ്ടോ എല്ലാരും ഇവനെ തകർത്തിരിക്കുകയാണ്. ഞാൻ ഈ ഇടയ്ക്ക് നോക്കിയപ്പോ അവൻ 3 ആഴ്ചക്ക് മുമ്പ് വേണ്ട ഇട്ട കമന്റാണ്. ഇവരിങ്ങനെ വായിച്ചു വന്നപ്പോഴത്തേക്ക് ഇവ ആൾക്കാരെ പറ്റിക്കാട്ട് ലോകത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് പറയണമെന്നൊക്കെയാണ് അവൻ കമന്റ് ഇട്ടേക്കണ. ഇതാണ് നമ്മള് നാളെ എങ്കിലും എന്ത് ചെയ്യും? അവൻ പോസിറ്റീവ്, അവൻ ഇനി അവൻ എൻ്റെ അക്കൗണ്ടിൽ ഒന്നിനും തൊടില്ല. ഞാനൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ അതും ആ ഒരു എനിക്ക് മാനസിക വേദന ഉണ്ടായ കാര്യം പോലും ഞാൻ ആ വേദന ശ്രദ്ധിക്കാൻ ഇരുന്നിട്ട് പോലും സാഹചര്യം എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അതാണ് ഞാൻ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നതിനുള്ള, ഒരിക്കലും അവന് തിരിച്ചടിക്കൊള്ളണമെന്നോ മറ്റാരും വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞ ഈ പ്രോസസ്സ് ഞാൻ അവിടെ കാണുകയാണ്. അപ്പോൾ പോലും ഞാൻ സന്തോഷിക്കല്ല, ക്ലാസ്സിന് വേണ്ടി പറയാൻ പറ്റും. എനിക്കത് നിഷ്പക്ഷമായിട്ട് കാണാൻ പറ്റുന്നതാണ് എനിക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ സമയം ആയി, ഒരു 5-10 മിനിറ്റ് കൂടി ക്ലാസ് കേൾക്കാൻ താല്പര്യം ഉണ്ടായെങ്കിൽ ഇതിന് കംപ്ലീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഏറ്റവും നാമ്പായിട്ടുള്ള കാര്യമാണ്. ആശയതത്വമാണ് ഞാൻ ഈ പറയുന്നത്. ആശയതത്വമാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിനെ നമ്മൾ ആശയം, അതായത് ഏതിലേക്കാണോ നമ്മൾ ആശയം കളിക്കുന്നത്. നമ്മളൊരാളെ നെഗറ്റീവായിട്ട് കാണുമ്പോൾ ശ്രദ്ധിച്ചു, അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചു, അങ്ങോട്ട് ഊർജം പ്രവഹിച്ചു, അങ്ങോട്ട് കാന്തികത ഉണ്ടായി. പിന്നെ അവനെ കുറിച്ച് എന്ത് ചിന്തിച്ചാലും അതാണ് ആശയത്വം. അത്രയും സംഭവങ്ങളെ കൂട്ടിയാണെങ്കിൽ ഈ 4 എണ്ണം കൂടി ചേർന്ന് എന്താണ് നടക്കുന്നത് അവിടെ അത് ആശയമായി. അവനെ ശ്രദ്ധിക്കാതെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ആശയത്വം. മനസ്സിലല്ലേ? ഇന്ന് എന്ത് ക്ലാസ് എടുക്കട്ടെന്ന് ഞാൻ ആലോചിച്ചതിന് കുളിക്കാനടുത്ത് ഞാൻ വെള്ളം കോരി വന്നപ്പോഴത്തേക്ക് ആശയതത്വമാണ് പറയാനുള്ളത്. ഈ കോസ്മിക് തത്വങ്ങളാണ് പറയാനുള്ളത്. ഏത് രീതിയിൽ പിടിക്കട്ടെന്ന് ഞാൻ ആലോചിച്ചു, ശ്രദ്ധിച്ചു, അങ്ങോട്ട് കാന്തികത ഉണ്ടായി, എനിക്ക് അപ്പോഴും ആശയവൽക്കരണം ഉണ്ടായി. ആ സാധനമാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വയ്ക്കുന്നത്. ഈ കോസ്മിക് തത്വങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാത്തിനും, അതുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യാൻ പറയണത്. ഇതിനകത്ത് ചർച്ചയൊന്നും വരുന്നില്ല. ആരും ചർച്ച ചെയ്യാൻ പറയുമ്പോഴേ എനിക്ക് ആരെ പിടിച്ച് കണക്ട് ചെയ്ത് തരാൻ പറ്റൂ ഇടയിൽ ഇതുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നടക്കുന്നത്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ആര് കൊണ്ടുതരുമെന്നാ പറയണേ? ആ വിശ്വാസം. നമ്മളൊരു തീരുമാനം എടുത്താൽ, ഇത് രഹസ്യം ബുക്കിൽ നിന്നും കാണൂല, ഇത് കഴിഞ്ഞിട്ട് രഹസ്യം ബുക്ക് മേടിച്ച് വായിക്കാണ്ടിരിക്കണ്ട. ശരി, മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ ആര് കൊണ്ടുതരുമെന്നാണ് പറയുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് പറയും യൂണിവേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ പ്രപഞ്ചം, നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചവും പ്രകൃതിയും ഒക്കെ നമുക്ക് വേണ്ടി അതിനുവേണ്ടി ആസൂത്രണം ചെയ്യും അല്ലേ? ഓക്കെ ആണോ? ഇത് മാനിഫെസ്റ്റേഷനിൽ നമ്മളെ കൊണ്ട് എഴുതിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു സംഭവം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആ നിയമം നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്നതല്ല. നമ്മളെന്താണ്, നമ്മൾ സൈക്കിൾ ചവിട്ടുകയാണ്. നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു വാഹനം നമ്മളെ കൊണ്ട് പോകുമ്പോൾ ഒരു എന്താണ്, നമ്മളെ ഇഷ്ടങ്ങളൊക്കെ ഏത് കുഴി കണ്ടാലും ചാടിച്ചൊക്കെ പോകുമ്പോഴും ആ ടയറിനും കൂടെ വേദനിക്കുന്നു എന്നുള്ള നമ്മൾ തിരിച്ചറിയണം. ആ ടയറിനെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂട്ട് പറയാണ്. ഏതൊരു കാര്യത്തിലും അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ആലോചിക്കണം. മനസ്സിലായില്ലേ? 10 കോടിയുടെ വണ്ടി ആയാലും 10 ലക്ഷത്തിന്റെ വണ്ടി ആയാലും അതിലെ പമ്പ് കയറ്റി ഏറാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന അതാണ് അതിന്റെ മെയിൻ. അതില്ലെങ്കിൽ ഇല്ല. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ വിലകളുണ്ട്. അത് നമ്മൾ ഏതിൽ നോക്കിയാലും കാണും. അപ്പൊ ആശയം, നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോഴായാലും എല്ലാത്തിലും ആ ഒരു ബോധം ഉണ്ടാവണം. ഒന്ന് ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കുമ്പോൾ അതിലേക്ക് ഊർജ്ജം പൊക്കോളും. ഓക്കെ, അപ്പൊ ഞാനിത് പറയുന്നത്, നമ്മളൊരു കാര്യം എന്ത് ചെയ്യാണ്, ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഒരു കാര്യം ആഗ്രഹിക്കുന്ന പറയൂ പെട്ടെന്ന്. ഇത് ഇനി നാളെ ഇതിന്റെ കോപ്പി ക്ലാസ് ഒന്നും എടുക്കണം എന്നോട് പറയരുത്.
ഇന്നിവിടെ തീരുന്നു. എന്റെ ഒരു ആഗ്രഹമുണ്ട്, ആ ഈ അടുത്ത മാസം അല്ല ഈ മാസം നാട്ടിൽ വരണം എന്നുണ്ട്. ഓക്കെ. അടുത്ത ആള് പെട്ടെന്ന് പറയാം. ഇത് കേൾക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ക്ലാസ് കിട്ടിയോ? എനിക്കും പൊതുവായിട്ട് സംസാരം കേട്ടിട്ട് ഒട്ടും വയ്യ. ആ ഡ്രൈവിംഗ് പഠിക്കണം. ഡ്രൈവിംഗ് പഠിക്കണം സാർ. ഡ്രൈവിംഗ് പഠിക്കണം. ഒരു റോൾസ് റോയ്സ് കാർ ഉണ്ടെന്ന് സാറേ. ഓക്കെ. ഈ പറഞ്ഞോ. പറഞ്ഞോട്ടെ. ആ. എനിക്ക് എന്റെ മോളെ കണ്ടിട്ട് ഞാൻ 4 വർഷമായി. അവള് UK ഉള്ളത്. എനിക്ക് അവളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. അടുത്ത ഒരു ഫ്ലാറ്റ് വാങ്ങണം. നാട്ടില് സെറ്റിൽ ആവണം. ഫ്ലാറ്റ് വേണം. നാട്ടില് സെറ്റിൽ ആവണമെന്നുണ്ട്. ഓക്കെ. പറയട്ടെ. ഞാൻ എന്താണ് 1 കോടി രൂപ വേണം. 1 കോടി രൂപ വേണം. ഓക്കെ. അപ്പോ ഇത് സാധാരണ ഇതിനാണ് ഇപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന പൈസ വരെ കൊടുത്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ പഠിക്കണം. ഇതിന്റെ കോഴ്സ് നടത്തുന്നവർ പറയും ഇയാളെ ക്ലാസ് കേട്ട് ഉള്ളവരും കൂടെ എല്ലാ ആൾക്കാരെയും കൂടെ ഇയാൾ ഇല്ലാതാക്കും എന്തോ തന്നെ. അല്ലല്ല, നമ്മൾ അതിനെ നമ്മളുടേതായ ഒരു ബ്രാൻഡ് നിർമ്മിക്കണം. ഞാൻ മനസ്സോട്ട് വിചാരിച്ചുള്ളൂ മാനിഫെസ്റ്റേഷൻകാരെ സാറ് ഇന്ന് മാനിഫെസ്റ്റേഷൻകാരെ വലിച്ചു കയറുന്ന ദിവസമല്ലോ. തന്നെ അല്ലേ? ഇല്ല സാർ, അത്രയും റെസ്പെക്ടോട് കൂടി അത് കാണും. ആ. കാരണം നമ്മൾ അറിയാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയണ്ടേ. മനസ്സിലായില്ലേ? അതായത് നമ്മളുടേതായ ഒരു ബ്രാൻഡ് നിർമ്മിക്കണം. എൻ്റെ അടുത്ത് എത്രയോ പേര് പറഞ്ഞു തരുമ്പോൾ നമ്മളുടെ സഹകരിക്കുന്നവർ ഞാൻ നീ നല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞൊക്കെ ഞാൻ ഇട്ടാലോ ക്ലാസ് കേൾക്കൂല അവര്. ഞാൻ പറഞ്ഞു നിന്നെ കുറിച്ച് അങ്ങനെ ചെയ്താലോ, നിനക്കൊരു ട്രോഫി മേടിച്ച് നിന്റെ ഒരു ഫോട്ടോ എടുത്ത് ക്ലാസ് നടത്തി എന്ന് പറഞ്ഞ് തരട്ടെ, ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടൂടെ, നീ ക്ലാസ് ഡെവലപ്പ് ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതും സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. മനഃശാസ്ത്രം ഡിഗ്രി എടുത്ത കൗൺസിലറാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പൊ ആള് പറഞ്ഞു അങ്ങനെയാണ് പലരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ഒരു ഒത്തിരിയെങ്കിലും എൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഇനി ഞാൻ അധികം പരസ്യം ഇടണ്ട. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്താൽ ഇപ്പൊ നിൽക്കുന്ന ഈ ബ്രാൻഡ് ഇത് ഡെവലപ്പ് ചെയ്ത് ആ ബ്രാൻഡാണ്, ഒരു ബ്രാൻഡഡ് ആയിരിക്കണം. അതിലാണ് ഇരിക്കുന്ന ബിസിനസ്. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞാണ് ഇതിന്റെ ഡയമണ്ട് ലെവലൊക്കെ വേറെ ഉണ്ട്. നിങ്ങളെ കറക്റ്റ് ഡയമണ്ട് ലെവലിൽ തന്നെ ഞാൻ കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അതെന്റെ ബിസിനസ്. മനസ്സിലായി? ABC-കാരെ എന്നെ വിളിപ്പിക്കുന്നതിന് വേണ്ടി സകല കളിയും ചെയ്ത് ആദ്യം അനുഭവം വിളിക്കുമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. ABC വിളിച്ച് ബ്രാൻഡാണ് ഞാനത് പറഞ്ഞത്. നമ്മളിതൊരു സത്യസന്ധമായിട്ടുള്ളൊരു ഇതുണ്ട്, അതവിടെ നടക്കും. ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മൾ ഇപ്പൊ ഒരുപാട് പേര് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പറഞ്ഞു. ആഗ്രഹിച്ച കാര്യം നിങ്ങൾ പറഞ്ഞെങ്കിൽ ഇതിൽ പ്രപഞ്ചം എവിടെ അറിഞ്ഞു? പ്രപഞ്ചം അറിഞ്ഞു. അപ്പൊ പിന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അല്ലെങ്കിൽ മനസ്സിലായില്ലേ? എഴുതേ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ പ്രപഞ്ചം കൊണ്ടു തരുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രപഞ്ചം കൊണ്ട് തന്നില്ല, ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റോ നടന്നു വെച്ചോ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഊർജം റൈറ്റ് പ്രപഞ്ചത്തിൽ, അവിടെ നിന്ന് ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ സംഭവത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. മനസ്സിലായോ? പിടിയിട്ടോ? നമ്മൾ അതായത് എനിക്കൊരു കാറ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ എനിക്കൊരു കാർ ആവശ്യപ്പെട്ടിട്ട് അതിന് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. പ്രപഞ്ചത്തിനോട് ആദ്യം ആവശ്യപ്പെട്ടു, അതായത് ആ ഊർജം പ്രപഞ്ചത്തിലേക്ക് പ്രവഹിച്ച്, കാരണം പ്രപഞ്ചമാണ് മധ്യത്തിൽ നിൽക്കാൻ, ആ പ്രോസസ് വേണം. മനസ്സിലല്ലേ? പ്രപഞ്ച സൈഡിനല്ല ആക്കണം, പ്രപഞ്ചം മധ്യത്തിൽ ചെയ്യണം. മനസ്സിലായോ? അല്ല അതില് ഈ സാധനങ്ങളൊക്കെ നമ്മൾ പ്രകൃതിയിൽ പറയും. എനിക്കിത് വേണം എനിക്ക് എന്ന് പറയും. അവിടെ വേണം എന്നുള്ള അപ്പുറം എനിക്കിത് ആവശ്യമല്ലേ, അവര് നമ്മളങ്ങ് ആവശ്യപ്പെട്ടുകൊണ്ടല്ല, അത് വേറെയാണ്. നമ്മൾ ഈ ഇതിൽ കുറച്ചും കൂടെ നമ്മൾ ആവശ്യപ്പെടുന്ന സാധനത്തിന് അവരുമായിട്ടൊരു ലയനത്തിലുണ്ടാക്കി എൻ്റെ ആവശ്യകതയെ അവരെ, നമ്മൾ അപ്പൂപ്പന്മാരാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കും? അപ്പൂപ്പ എനിക്കത് മേടിച്ചു തരാം അപ്പൂപ്പ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനം ഇല്ലേ? അതേപോലെ നമ്മൾ അവരുമായിട്ട് ലയിക്കണം. ശരി, ചില കുട്ടികൾ എന്ത് ചെയ്യും? അപ്പൊ അപ്പൂപ്പൻ എടുത്തുകൊണ്ട് വരാം, മേടിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അപ്പൂപ്പൻ എന്ത് ചെയ്യാണ്?
ഡേയ് അപ്പൊ അപ്പം പോകാൻ കൈയിട്ട് നോക്കുമ്പോ ആ ഇവന് മേടിച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ട്. മനസ്സിലായില്ലേ? മേടിച്ച് കൊടുക്കാം. അപ്പൊ അപ്പം എന്ത് ചെയ്തു? കൊണ്ട് മേടിച്ചു തന്നു. അതേസമയം നമ്മൾ ഓടിച്ചെന്ന് എടുത്തിട്ട് അപ്പ ഇതിന് മേടിച്ച അപ്പുവോ ഇതിന് മേടിച്ച അപ്പുവോ എന്ന് പറയുമ്പോ അപ്പന്റെ മാനസികാവസ്ഥ എന്തായാലും പൈസയും ഇല്ല, വേറെ എന്തോ ആവശ്യത്തിന് വെച്ചിരുന്ന പൈസയും. മനസ്സിലായില്ലേ? മദ്യത്തിൽ ഇദ്ദേഹം നിൽക്കണം. മനസ്സിലായോ? എങ്ങനെ കണക്ട് ചെയ്യും സാറിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് യൂണിവേഴ്സിനെ കണക്ട് ചെയ്യുന്നത്? അതിനാണ് നമ്മൾ ഊർജം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ക്ലാസ് തുടങ്ങുമ്പോഴേ നമ്മൾ അവരുമായി എല്ലാത്തിലും ലയിച്ചവരായിരിക്കണം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യും വെച്ചാൽ നിങ്ങൾ അകലെ ആയതുകൊണ്ടാണ്. ആയിരിക്കണം. എന്റെ സ്വഭാവത്തിലും അല്ലെങ്കിൽ എന്റെ കാര്യത്തിലും എനിക്ക് നാളെ അതായത് ഞാൻ തെറ്റ് ചെയ്യില്ലെന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യില്ലെന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംഭവിക്കില്ലെന്നല്ല. ഏതായാലും നമ്മളൊരു നിരീക്ഷകൻ നമ്മളെയും ഇതിനെല്ലാത്തിനെയും നോക്കി പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ആ നിയമം മാറിപ്പോയാൽ അതുകൊണ്ടാണ് പലതും എന്ത് ചെയ്യുന്ന ഇതിന്റെ തിരിവാണ് ഈ നോർത്ത് പോളും സൗത്ത് പോളും ചേരേണ്ട സ്ഥലത്ത് സൗത്തൂടെ കൊണ്ടുവച്ച് മുട്ടിച്ച് തെറിച്ചിട്ട് ഈ എന്താണ് അപ്പൂപ്പൻ്റെ അടുത്തും ചോദിക്കുകയാണ്. ഇപ്പൊ അത് വേറെ കാര്യം. അപ്പൂപ്പ അവിടെ നിന്ന് ഒരു പൊരിഞ്ഞ് മേടിച്ചു തരൂ, ഒരു ഉത്സവ പറമ്പിൽ പോയെന്ന് വെച്ചോ, ഓക്കെ, പൊരിഞ്ഞ് മേടിച്ചു തരൂ എന്ന് പറയണം. അപ്പൊ അപ്പം പോയി ചോദിക്കുമ്പോഴത്തേക്ക് പൈസ ഇല്ല എങ്കിൽ പറയും മക്കളെ മേടിക്കേണ്ട മക്കളെ, എനിക്ക് സുഖമായിട്ട് വരാം, അപ്പൊ അവന് വീട്ടിൽ വരാം ആ ഉത്സവ പറമ്പിൽ നിന്ന്. മനസ്സിലായി? പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു? ആ ആള് മേടിച്ചും തന്നു. ഓക്കെ, ഇനി ഇത് പറയാൻ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞാൽ അത് മേടിച്ച് കടിച്ചങ്ങ് പൊട്ടിച്ചങ്ങ് എന്ത് ചെയ്യും? അപ്പൊ പിന്നെ പൈസയില്ല. അതാണ് നമ്മൾ പലതും നിരാശ എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്തില്ല. നിരാശ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ആശ ഉണ്ടാവുമ്പോൾ അത് നടക്കാതിരിക്കുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് നിരാശ. അല്ലാതെ ഒരു നിരാശ അങ്ങ് ഉണ്ടാക്കിയാലേ എന്ന് പറയാൻ പറ്റില്ല. ഒരു ആശ ഉണ്ടാക്കാനേ മനുഷ്യന് പറ്റൂ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവരായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അറിയാം, എടാ എനിക്കത് കിട്ടാത്തതിന്റെ പിന്നിൽ ഇന്ന തടസ്സങ്ങളുണ്ട്. അതാണ് ബാക്കി തത്വങ്ങളും കൂടെയൊക്കെ പഠിക്കുന്നത്. അവിടെയാണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം ഇതിന്റെ അടുത്ത സാധനം നീ മിണ്ടായി ഇപ്പോഴത്തെ പള്ളി ഉത്സവമല്ലേ? മനസ്സിലായില്ലേ? അപ്പുറത്തെ കാവിലെ ഉത്സവം കേട്ടു, ഇതിനേക്കാൾ വലിയ ഉത്സവമാണ്, ഇതിനേക്കാൾ വലിയ പരിപാടി ചെയ്യാന്ന് അപ്പം പറയും. മനസ്സിലായി? അതാണ് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞ. ഞാൻ എപ്പോഴും ഞാൻ തുടങ്ങിയ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ക്ലാസ് എടുക്കാൻ വരുമ്പോഴേ ഞാൻ പറയുമല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടില്ല. സ്വാഭാവിക, അതായത് എനിക്കിത് വേണം, ABC എടുത്ത് അപ്പ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കയറി അങ്ങനെ ഒരു സാധനമില്ല. പക്ഷെ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വളരണമെന്നൊരു സ്വാഭാവികമായിട്ടൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ആ പോഡ്കാസ്റ്റിനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണി ഞാൻ എടുക്കും. അത് പെട്ടെന്ന് വേഗത ചിലപ്പോ തരാം. ഈ കാര്യത്തിലല്ല ഞാൻ ഡെവലപ്പ് ആവാത്തതേ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഇയാൾ ഇത്രയും കാലം ഇത്ര ഡെവലപ്പ് ആവാത്തെന്ന് ചോദിക്കും. എനിക്ക് സത്യത്തിൽ സ്ഥിരതയില്ല. ഞാൻ പണ്ട് പോലും ഏത് സാധനം തുടങ്ങിയാലും ശരി തന്നെ പക്ക ഹെവി ലെവലിൽ കയറി പോകും. എന്നോട് പരിചയമുള്ള നിങ്ങൾ ആരും ചോദിച്ചാൽ മതി, ഏത് മേഖല ചോദിച്ചാലും മതി. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് നല്ല ഡീപ്പ് അവസ്ഥ വണ്ടി ഡ്രൈവ് ചെയ്ത് നല്ല സ്പീഡിൽ പോയിട്ട് കുത്തി ചവിട്ടി അതിൽ നിന്ന് എടുത്ത് അടി അങ്ങോട്ട് ഓടിക്കളഞ്ഞു. അങ്ങനത്തെ ആളാണ് ഞാൻ. കാരണം അപ്പൊ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഇതിലോട്ട് പോകും. ഓക്കെ, ഇനി സംശയം ചോദിച്ചോട്ടെ? ഏത് പഠിക്കാണ് ഓടണെന്നാ പറയില്ല. മാഷിന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള ജീവിതത്തില് മാഷ് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലേ മാഷിനെ നാലാൾ അറിയുന്ന ഒരാളാവണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ മാഷിന് ഒരു മാറ്റം വരുത്തണം എന്ന തലത്തിൽ മാഷ് ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണോ? ഉണ്ട്, ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ലേ മാനിഫെസ്റ്റേഷൻ? ആവശ്യപ്പെടാറില്ലെന്നേ. പക്ഷെ അതിനുവേണ്ടി പണിയെടുത്തില്ലേ? അജയ് പണിയെടുക്കണ്ട. പിന്നെ ടീച്ചറിന്റെ മക്കളുണ്ടോ? എനിക്ക് മക്കളുണ്ട്, എനിക്കൊരു മോനുണ്ട്. എത്ര വയസ്സായി? 14. എത്ര വയസ്സ് വരെ ടീച്ചർ ആഹാരം കൊടുക്കും? അതെന്തൊരു എനിക്ക് മനസ്സിലായില്ല.
അതായത് അവൻ സ്വന്തം കാലിൽ നിൽക്കാനാകുന്നത് വരെ. ഞാൻ പ്രകൃതിയുടെ മോനെന്ന നിലയ്ക്ക് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാനായി. നിങ്ങളെ മോനോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വലുതായിട്ട് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനായില്ല. അവിടെ നിങ്ങൾ ആവശ്യപ്പെടാൻ പോണത് മാഷിനപ്പൊ ഇനി പ്രകൃതിയുടെ സഹായം വേണ്ടെന്നാണോ? അയ്യോ, വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലി കിട്ടിയ എല്ലാ മക്കളും രക്ഷകർത്താക്കളെ കളഞ്ഞതാണോ? രക്ഷകർത്താക്കളെ ആവശ്യം ഇല്ലെന്നാണോ? ചിന്തയും ചർച്ചയും ലോജിക്കലി പോവുകയാണ്. നടക്കട്ടെ, പറയാം. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തം കാലിൽ നിൽക്കാറായി. അപ്പൊ പറയണ് എനിക്ക് എന്റെ അച്ഛനും അമ്മയും ആവശ്യമില്ലെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചു, പ്രപഞ്ചത്തിനോട് അത് ആവശ്യപ്പെട്ടിട്ട് ഞാൻ മാറി നിൽക്കുകയല്ല, ഞാൻ അതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട്. ആണ് അല്ലെ? അതല്ലേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ. വെറുതെ ആഗ്രഹിക്കുക മാത്രമല്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. അതിനല്ലേ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഉപയോഗമുള്ള നിങ്ങളുടെ കോഴ്സിന് ഉപയോഗമുള്ള സാധനം ഞാൻ തരണം എന്ന് പറഞ്ഞത്. അല്ല മാഷ്, ഞാൻ ആഗ്രഹിക്കാറില്ല, മാനിഫെസ്റ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞതിലാണ് ഞാൻ ചോദിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ നിങ്ങള്? സാർ അത് ടെക്നിക്കുകൾ ചെയ്യാറില്ല, പക്ഷെ സാർ ആക്ഷൻ എടുക്കാറുണ്ട്. ആക്ഷൻ എടുക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പൊ ഇല്ല പറഞ്ഞേക്ക്, അങ്ങനെ കേക്ക്. അതായത് ചോറ് ഇവിടെ തന്നെ അല്ല, ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ വടക്കൊക്കെ തന്നെ, എന്നാലേ മനസ്സിലാവും. നേരത്തെ എന്താണ് വേദനയുടെ സംഭവം, ടെൻഷൻ്റെ വന്നില്ലേ? ഇത് ക്രോധത്തിന്റെ ക്ലാസ് ആണ് പറഞ്ഞ. അതായത് ഏട്ടാ എല്ലാം എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കാൻ. പിന്നെ അല്ലാതെ ലൈഫിൽ അനുഭവം ഉള്ളതല്ലേ അറിവെന്ന് പറയൂ. അല്ല നമ്മൾ പഠിച്ചു വെച്ച എല്ലാം മറന്നു വെച്ചു. അനുഭവം ഉള്ളതുകൊണ്ട് ആണ് നമ്മളിൽ ഇപ്പോഴും നിൽക്കണമെങ്കിൽ ഇതും അനുഭവിച്ചു പോകുമ്പോഴാണ് നമ്മൾ മറക്കാത്തത്. അതായത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞത് അതായത് ചില മക്കൾ പറയൂലേ ടീച്ചറെ ഞാൻ പ്രത്യേകിച്ച് എന്താ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ആവശ്യ സമയത്ത് അദ്ദേഹം തരും. ഞാനിത് തുടക്കം പറഞ്ഞു. ഇപ്പൊ ടീച്ചർ ഇപ്പൊ പുതിയതായോണ്ടാണ് ബാക്കിയുള്ളവർക്ക് അവർക്കറിയാം. അതായത് ടീച്ചർ ആഹാരം കഴിച്ചില്ലെങ്കിൽ 5 ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 5 ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ ജീവിച്ചിരിക്കും. 5 മിനിറ്റ് ശ്വാസം എടുത്തില്ലെങ്കിലോ? ബാക്കിയുള്ള മൈക്കൊന്ന് ഓഫ് ചെയ്തോ, ആ സൗണ്ട്. 5 മിനിറ്റ് ഓക്സിജൻ എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചോദിച്ചിട്ടാണോ അവർ തരുന്നത്? നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ശ്വാസം 23,000 തവണ ഒരു ദിവസം എടുക്കുകയാണ്. നമ്മൾ ചോദിച്ചിട്ടാണോ? അവരത് ആ കൃത്യത പാലിക്കുന്ന പോലെ. കാരണം എനിക്ക് എൻ്റെ വയറ്റിലുള്ള ആഹാരങ്ങൾ തീരുമ്പോൾ എനിക്ക് വിശപ്പടിപ്പിച്ചു തരാനേ പ്രപഞ്ചത്തിന് പറ്റൂ. മനസ്സിലായില്ലേ? അപ്പൊ ആഹാരം കണ്ടെത്താനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനാണ് നമ്മൾ കൃഷി ചെയ്യുക, കാലങ്ങളായിട്ട് ചിലപ്പോൾ 1 വർഷം വിളവുകൾ വയ്ക്കുക. ഇതൊക്കെ എന്താണ്? നമുക്ക് ഇന്നത്തെ വിശപ്പിന്റെ അനുഭവം കൊണ്ട് അടുത്ത വർഷവും വിശക്കുന്നുള്ളതുകൊണ്ടാണ് കൃഷി വിത്തൊക്കെ ഇടുന്നത്. അടുത്ത വർഷം വിശക്കുക ഈ ഒരു ധാരണയോടുകൂടിയാണ് എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഇരിക്കില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് പറയുന്നത് നിങ്ങൾ കൂടുതൽ ബലത്തോടു കൂടി കൂടുതൽ അനുഭവത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നതിനോടാണ്. അല്ലാതെ എനിക്ക് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ആത്മീയത, ഞാൻ ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ പറയരുത്. ഞാൻ അതിൽ പോലും പറയുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തതാണ്. ദൈവത്തിനെ ഇത്രയും പറയുന്ന എനിക്ക് ദൈവത്തിന്റെ പവറിനെ കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. ദൈവവിശ്വാസത്താൽ അനുഭവിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഏതൊക്കെ. അപ്പൊ ആ സാധനത്തിന് വേണ്ടി അത് നമ്മുടെ ചിന്തയെ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇത് ലൈവാണ്. ഈ ഞാൻ ഇടുന്ന വീഡിയോസുകളൊന്നും നിങ്ങൾ ഈ ലിങ്ക് വേറെ ആർക്കും അയച്ചു കൊടുക്കരുത്. കാരണം ഇത് യൂട്യൂബിൽ കയറി എടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് അയക്കുന്നതാണ്. അപ്പൊ അതുകൂടെയൊക്കെ നോക്കിക്കൊള്ളാം. ഞാൻ പറഞ്ഞു, ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രത്തില് നമ്മുടെ ഒരു സുഹൃത്ത് ടീച്ചർ തന്നെയാണ് പ്രശസ്തമായ ഒരു ക്ഷേത്രത്തില് പോയി. അതായത് അവർക്ക് പീരീഡ്സ് ടൈമായി. ആ ടൈം അല്ല, അതിന് പീരീഡ്സ് ആയില്ലായിരുന്നു. അപ്പൊ അത് നോക്കിയപ്പോഴത്തേക്ക് ഡേറ്റിന്റെ ഒക്കെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം കൊണ്ട് പോയി പൊങ്കാല ഇട്ടിട്ട് ബാത്റൂമിൽ കയറി ഫ്രഷ് ആവാൻ ശ്രമിക്കുന്ന സമയത്താണ് അറിയുന്നത് അവര് പീരീഡ്സ് ആയി.
എത്ര തവണ ഒരു കാര്യട്ടെന്നറിയാമോ ചാവാൻ? ലോകത്തിനോട് ചെയ്ത തെറ്റ്. അതേപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഭ്രാന്ത് പിടിച്ച് നിൽക്കണ എത്ര തവണ കാണിച്ചു തരണം ഞാൻ? ക്ലിയർ ചെയ്യോ? ഇതിനേക്കാൾ ഇരട്ടിയിലുള്ള ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് അതിനെ ബോധപൂർവം ആ അറിവുപൂർവം ഞാൻ അത് എടുക്കുന്നതിനാണ് പറഞ്ഞത്. അതിനെ നമ്മൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് അതിന്റെ ക്ലാരിറ്റി കൂട്ടാനാണ്. ഒന്ന് ഇപ്പൊ വന്ന ടീച്ചർ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ, അതിന്റെ ഒരു ഇതുണ്ട്. അത് ഇപ്പോഴേ ഈ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഫസ്റ്റ് പവർ തന്നെ ഇത്രയും ഫീലിങ്സ് എല്ലാം കിട്ടിയോണ്ട് മിക്കവാറും ഏറ്റവും ടോപ്പ് ആ ടീച്ചറൊക്കെ ആയിരിക്കും. നിങ്ങളൊന്നും ദേഷിക്കണ്ട, അടങ്ങിയിരിക്കും, നിങ്ങൾക്കൊന്നും അത്രയും കിട്ടൂല. ഓക്കെ ടീച്ചറെ പോയാ? പോയൊന്നുമില്ല. ഇല്ല പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ജോലിയിലാണ്. മാഷിന്റെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പോവില്ല. അത് കൊള്ളാം. ഇത്രയും നേരം ടീച്ചറിനെ പറഞ്ഞപ്പോ ഹെഡ്ഫോൺ ഒരു മാറ്റി വെച്ചേക്കണേ ഇതല്ലേ? മാഷ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് മനസ്സിലായി. ഒന്നും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ദൈവത്തിലുള്ള വിശ്വാസവും അമിതമായാൽ വിഷമാണ്. അല്ല, ഞാനത് പറഞ്ഞത് അത് ശാസ്ത്രീയതയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട്. ഞാൻ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പ്രപഞ്ചവുമായി കണക്റ്റ് ആവുന്ന ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ എന്നാണ് ഇറങ്ങിയത്? അതിനു മുമ്പേ ഈ സാധനങ്ങൾ ചെയ്യല്ലേ ആൾക്കാര്. ഈ നന്ദിയോ കാര്യങ്ങളോ പ്രപഞ്ചമേ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടാണ് ഈ നിങ്ങൾ ഈ വേറെ ഒന്നും പറയണ്ട. ഈ ലോകത്തെ കോടീശ്വരന്മാരിൽ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ ഒരു 1000 പേരെ എടുത്ത് അല്ലെങ്കിൽ 100 പേരെ എടുത്ത് നിരത്തി വെച്ചിട്ട് അവരോട് ചോദിച്ചാണ് ലോ ഓഫ് അട്രാക്ഷൻ അവർക്ക് ചെയ്തു തന്നെയെന്ന് ഓർമ്മന്ന് പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് നടത്തിക്കോ. ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഒരു 1000 പേരെടുത്ത് പോയി ഏറ്റവും സമ്പന്നര് മേലിരിക്കുന്നത് അവരുടെ ചോദ്യം. അപ്പൊ ഇത് പ്രോസസ് ഇവിടെ നടക്കുന്നതാണ്. ഇത് മനുഷ്യന് കുറച്ചുകൂടെ നടത്താൻ കുറച്ചുകൂടെ കാരണം അവൻ പ്രപഞ്ചത്തിലെ പ്രപഞ്ച നിയമങ്ങളെല്ലാം എടുത്ത് ഉപയോഗിച്ച് പഠിച്ച സ്വപ്നം കാണാനും ഒന്നിനും പറ്റാതിരുന്ന എനിക്ക് ഇങ്ങനെ ആവണമെന്നൊക്കെ തോന്നുന്ന ഈ ഫിലോസഫികളല്ലേ, ഈ ചിന്തകളല്ലേ, പ്രപഞ്ചം നമ്മളെ രക്ഷിക്കുമെന്നുള്ളതൊക്കെ അല്ലേ, ഓരോന്നിലും അതല്ലേ. അപ്പൊ ഇത് വരും. ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ഊർജം വിട്ടാൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസൾട്ടാണ്. ഞാൻ ഈ ക്ലാസ് ലോ ഓഫ് അട്രാക്ഷൻ അതിനും കൊണ്ടുപോകണതല്ല, മനസ്സിലല്ലേ? അതുകൊണ്ട് ഞാനിത് പറയാം. പക്ഷേ ക്രിയാശക്തി തലം എന്ന് പറയുന്ന മനസ്സിന്റെ ഒരു തലവുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ഈ ക്ലാസ് കഴിഞ്ഞവർക്ക്, ക്രിയാശക്തി തലം കഴിഞ്ഞവർക്ക് അത് മനസ്സിലാവും. ഇതിന്റെയൊക്കെ പ്രാക്ടീസിലാണ് ഇതെല്ലാം പിടിച്ച് കണക്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ കരയണത് ഇരുന്ന് എല്ലാവരും. അപ്പോഴാണ് ഈ സാധനം കിട്ടുന്നത് കേട്ടാ. അതിനാണ് 3 മാസം പ്രാക്ടീസ് വെച്ചേക്കുന്നത്. അപ്പൊ ഇനി എനിക്കൊരു കാർ വേണം. ഇനി ഞാൻ പലപ്പോഴും ഇതിനടുത്ത് പറഞ്ഞു, ഇപ്പൊ വന്ന ടീച്ചർ മാത്രം ഇത്രയും സന്തോഷത്തോടെ അല്ല ഇങ്ങനെ ഇത്രയും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തറിയാമോ ടീച്ചറിനെ കാരണം പുതിയ ബാച്ചിലായാലും ആ കാര്യത്തെ കറക്റ്റ് അത് പിന്നീട് അത്രയും ക്ലിയർ ആവും. ഈ ഡാറ്റാസുകൾ ബ്രെയിനിൽ നിന്ന് പോകില്ല. അപ്പൊ അടുത്ത സാധനം കിട്ടും. ടീച്ചറെ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എപ്പോഴും സ്കില്ലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് എൻ്റെ സ്കില്ല് ഡെവലപ്പാണ്. മനസ്സിലായില്ലേ? എനിക്ക് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം, എനിക്ക് കാറ് വേണമെന്നല്ല പറഞ്ഞത്, എനിക്ക് അവിടെ എത്തണം. ഞാൻ എന്താണ് ഒരു സ്ഥലത്ത് ഒരു കാര്യം. അപ്പൊ ഞാനിവിടെ പോകുമ്പോൾ ബോസാറിനെ അറിയാം. 11 മണിക്ക് ശേഷം അടുത്ത ഷൂട്ടിംഗ് ആണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് നമുക്ക് ആ റൂട്ട് തെറ്റി 11 മണിക്ക് മുമ്പായപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഞാൻ മാനസികമായിട്ട് ഫുൾ എന്തായി ഭയങ്കരമായിട്ട് സമയമൊക്കെ തെറ്റിയാണ് അവിടെ ചെല്ലുന്നത്. ഓടിപ്പിടച്ചിരുന്നിട്ടാണ് ഞാൻ പോയി ഈ ക്ലാസ് ചെയ്യുന്നത്, ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സമയം കഴിഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞിരുന്നേ ഞാൻ പിന്നെ ചിന്തിച്ചേനെ. അവർ പറയുന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ എനിക്ക് കഴിയണം. ഈ ഇൻഫർമേഷൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇതും അവിടെ നിന്ന് കണക്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതല്ല എന്ന് പറഞ്ഞാലും എനിക്ക് സന്തോഷം തന്നെ. കാരണം എന്താണ്, നിന്ദയില്ല, അതെനിക്കറിയാം. ഞാനത് പറഞ്ഞത് ഞാനൊരു കാര്യമാണ്, നമ്മുടെ സ്കില്ല് ഇനി ഞാൻ പറഞ്ഞതറിയോ, ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് ലോ ഓഫ് അട്രാക്ഷൻ കുറച്ചുകൂടെ ഡെവലപ്പ്. നിങ്ങൾ പറഞ്ഞു നമ്മളൊരു വസ്തുവിനെ നേരിട്ട് കണക്ട് ചെയ്യുന്നത്
ഓക്കെ, ഒന്ന്. രണ്ടാമത് പ്രപഞ്ചവുമായിട്ട് ആ ഈ വെറുതെ ഒരു വരാങ്ങ് വരച്ചാൽ മതി, വേറെ ഭയങ്കര മന്ത്രമൊന്നും പറയണ്ട, മനസ്സുകൊണ്ട് പ്രപഞ്ചം. അതിനാണ് തുടക്കം തന്നെ ഈ ക്ലാസ് തുടങ്ങാൻ പറയും, തുടക്കം തന്നെ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രപഞ്ചത്തിനെ കൃത്യമായി പഠിപ്പിച്ചാണ് ഈ കോഴ്സ് തുടങ്ങുന്നത്. നക്ഷത്രങ്ങൾ തൊട്ട് ഇന്ന് ഈ മനുഷ്യ മനസ്സ് വരെ പറഞ്ഞാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഫസ്റ്റ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന ഒന്ന്. അപ്പൊ ഇവിടെ നിന്ന് നേരെ അവിടെ വരെ ഈ നമ്മുടെ വസ്തുവിലൊരു വര, ഇതാണ് നിങ്ങൾ നേരിട്ട് വരയ്ക്കുന്നു. ചോദിക്കുമെങ്കിലും അത് വരയാണ്, കണക്റ്റഡ് ആണ്, മനസ്സിലായില്ലേ? ഇനി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് ഞാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് വലുതാവണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു സാധനം വേണം, അതിനൊരു നേടാനൊരു സ്കില്ല് വേണം, മനസ്സിലായില്ലേ? ഞാനിപ്പോ ഈ കിട്ടുന്ന പൈസ എനിക്ക് കുറെ സാധനങ്ങൾ മേടിക്കാനാണ്. ഓക്കെ, കുറെ സാധനങ്ങൾ വാങ്ങാനായിട്ടും എനിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഈ സ്കില്ല് ബ്ലോക്ക് ആവരുന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ക്ലാസ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആരായിട്ടാണ് കമ്മിറ്റഡ്? നിങ്ങൾ ആരായിട്ടാണ് ഞാൻ കമ്മിറ്റഡ് ഉണ്ടോ? ഇല്ല, ഞാൻ പ്രപഞ്ചമായിട്ട് കമ്മിറ്റഡ് ചെയ്തിട്ടാണ് നിങ്ങളെ വിളിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കൊടുത്തില്ലെങ്കിൽ പ്രപഞ്ചം എന്നോട് ചോദിക്കുമെന്നാണ്. അല്ലാതെ നമ്മൾ മേടിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് പ്രപഞ്ചത്തിന് ഒരു കണക്ഷനും ഇല്ല. എനിക്കൊരു മൊബൈൽ കിട്ടിയെങ്കിൽ പ്രപഞ്ചം ഇനി മേടിച്ച് തന്നു, ഭയങ്കര ആ കൂട്ടുകാരി അല്ലെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും വഴക്ക് പറഞ്ഞു കപ്പണായിരുന്നൊക്കെ പൊട്ടിച്ച് പ്രപഞ്ചത്തിനോട് കണക്ഷൻ ഉണ്ടാകും. നമുക്ക് കിട്ടിയ സാധനത്തിനോട് അത്രമാത്രം അതിനോട് നീതി എക്കാലം പുലർത്തുന്നോ അതുവരെയും അതിനോട് കടപ്പാടുണ്ട്. അതാണ് നിങ്ങൾ പറയുന്ന കൃതജ്ഞത. അല്ലാതെ ഞാൻ നന്ദി പറഞ്ഞിരിക്കുന്നു, ഞാൻ നന്ദി പറഞ്ഞു, അതല്ല. ആ വസ്തു ലഭിച്ചാൽ അതിനെ അവസാനം വരെ യൂസ് ചെയ്യുമ്പോഴാണ് പറഞ്ഞത്. നമ്മളെ മക്കൾക്ക് നമ്മൾ സാധനം മേടിച്ചു കൊടുത്ത് അവൻ മേടിച്ച് രണ്ടിനൊന്ന് കളയാനും അവസാനം വരെ ഉപയോഗിക്കണമെങ്കിൽ ഏത് മോൻ നമ്മൾ ഇഷ്ടപ്പെടും? ഈ ലോജിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്താണ് നേരെ ഞാൻ പറയണ ഈ സാധനത്തിന് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം, മനസ്സിലായില്ലേ? എനിക്ക് ആദ്യം ഒരു സാധനം വേണം എന്നുള്ള ഒരു ആശയം രൂപപ്പെട്ടു. ആ ആശയം രൂപപ്പെട്ടപ്പോൾ അത് എനിക്ക് എടുക്കണം തോന്നുമ്പോൾ പ്രപഞ്ചം, ആ സ്കില്ല്, ആ വസ്തു, മനസ്സിലായോ? ഇത് പറയാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളിത് ബോധ്യപ്പെടുത്തുന്നത്. പിന്നീട് പ്രപഞ്ചം ഒന്ന് തന്നില്ലെങ്കിലും, അതായത് ആ വസ്തുവും കിട്ടി, ആ വസ്തു അതേ കണക്കത്തെ 100 എണ്ണം മേടിക്കാനുള്ള സ്കില്ലും കിട്ടി. ഇതൊരു യാഥാർത്ഥ്യപൂർണമായ രീതിയിലേക്ക് പോയില്ലെങ്കിൽ ഭ്രാന്താവും. ലക്ഷക്കണക്കിന് ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരെ എനിക്കറിയാന്നല്ല, മൈൻഡ് ഭയങ്കരമായിട്ട് അടിച്ചായി കിടക്കുന്നുണ്ട്. ഒന്നുമില്ല, അവസാനം വഴിയെ പോണ കാമുകനെയൊക്കെയാണ് ആളുകൾ എന്നെ ആകർഷിക്കുമെന്ന് പറഞ്ഞു 1 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് കോഴ്സും പഠിച്ചിട്ട് ലാസ്റ്റ് എല്ലാം പെട്ടു. അപ്പൊ പിന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇങ്ങനെ. ഞാൻ മനുഷ്യരെ 1, 2, 3 പേരല്ല, ഈ ക്ലാസ്സൊക്കെ 1000 രൂപയൊക്കെ കൊടുത്ത് കോഴ്സ് കഴിഞ്ഞ് ഇത് നടക്കൂല. പക്ഷെ ഈ പ്രപഞ്ചമായിട്ട് മനസ്സ് കണക്റ്റ് ആവുമല്ലോ. പിന്നെ ഇന്ന് മരുന്നടിക്കാൻ പൈസ ഇല്ല, ആര് കൊണ്ട് തരും? മദ്യം എങ്ങനെ കണക്ട് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ? ഇതാണ് ഞാനിത് പറഞ്ഞത്. അതിന്റെ ഒരു പ്രപഞ്ചത്തിന്റെ ഡീപ്പായിട്ട് അതെ അല്ല, അതിനു വേണ്ടിയൊക്കെയാണ് നിങ്ങൾ തലച്ചോറ് ഇല്ലാതാക്കണം. എത്ര പേരും പോയിട്ടു നിങ്ങൾക്ക് അറിയാമോ? എന്നെ വിളിച്ച് ഇതുമായിട്ട് ബന്ധമുള്ള ഈ മനസ്സ് ചുമ്മാ ഞാൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് എൻ്റെ അടുത്ത് കോഴ്സ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അയ്യോ എന്നെ കൊണ്ട് പറ്റൂലെന്നല്ലേ ഞാൻ പറയൂ. ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്. എനിക്ക് വിദ്യാഭ്യാസമല്ല, എനിക്ക് എന്താണ് ഇപ്പൊ ഞാൻ പട്ടിണിയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ലാതെ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് ഞാൻ ഇങ്ങനെ വരുത്തി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയൂല. ഈ ലോകത്തെ ഏറ്റവും നോളജ് ഉള്ള ആളെ കൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കും. അതാണ് എൻ്റെ അത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞത്. അതാണ് എൻ്റെ ശ്രദ്ധ, അവിടെയാണ് എൻ്റെ ശ്രദ്ധ. അതിലേക്കാണ് എൻ്റെ ഊർജം പോവേണ്ടത്. ആ ഊർജത്തിലാണ് ഗാന്ധിയത ഉണ്ടാവേണ്ടത്.
ഇന്ന ആളെ പറയില്ല അത് ആകട്ടെ പോലെ എങ്ങനെയാണ് അതുപോലെ ഏത് ചിന്തയുടെയും അവസാനമാണ് എന്തോ ഒരു പറയാറുണ്ട്. ആ അതെ അതെ അതെ, കഴിവിന്റെ പരമാവധിയുടെ അവസാനമാണ് മാനസിക വികാസത്തിന്റെ തുടക്കം. അതായത് ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഏറ്റവും ശക്തരാണെന്ന് തോന്നുമ്പോഴത്തേക്കാണ് നമ്മളുടെ അടുത്ത മനസ്സിന്റെ വികാസം തുടങ്ങുന്ന പുതിയ ഐഡിയ ഉണ്ടാവുക. സാറേ, ഞാൻ ഇന്ന് വളരെ യാദൃശ്ചികമായിട്ട് ഫേസ്ബുക്കിൽ ഈ സാധനം ഇന്ന് ഈ വീഡിയോ കയറി വന്നു. അപ്പൊ സാറിനോട് ഇന്ന് ആ ചോദ്യം ചോദിക്കണം. ഇതാണ് അതായത് നമ്മളിപ്പോ ചെയ്യണം. ഇപ്പൊ ഞാൻ ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു വിഷയം ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് എന്റെ തലച്ചോറ് അടുത്ത മാനസിക വികാസം തുടങ്ങുന്നത്. ഇതിന്റെ അതുവരെ ഉള്ളത് പറയും, പുതിയ സാധനം കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വികാസം ഉണ്ടാകുന്നത്. മാഷ് പറഞ്ഞതുപോലെ. അപ്പൊ ആ ലെവലിലേക്ക് നമുക്ക് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി വന്നോളും. മനസ്സിലായി? ഇനി ഒരു കാര്യം ഇവിടെ ചെറിയ ഒരുപാട് നേരം വെക്കില്ല, പക്ഷെ ഇത് തീരാൻ വേണ്ടി ഒരു വരയും കൂടെ, ഒരു അടിവരയും കൂടെ ഇടയാണ്. നമ്മൾ ഒരു കാര്യം പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അത് നമ്മളെ ചെയ്യാൻ അനുവദിക്കാതെ നീട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അറിയാം. എന്നിട്ടും നീട്ടി നമ്മൾ അതിനെ വിടണമെങ്കിൽ, സമയം കൊല്ലണമെങ്കിൽ, ഇല്ല അങ്ങനെ അനുഭവം ഇല്ല എല്ലാവർക്കും. നമ്മളിപ്പോ ഉദാഹരണം ഒരു PSC പരീക്ഷ, PSC എക്സാം പഠിക്കണം, എക്സാമും അടുത്ത്, പക്ഷെ പഠിക്കുന്നില്ല, മാറി നിൽക്കുകയാണ്. നമ്മളൊരു കാര്യത്തോട് അടുക്കണ സമയത്ത് നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവർത്തിക്കാന്ന് പറയണല്ല, നമ്മൾ ചെയ്യൂല. അതിനൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, അതിൽ നിന്ന് ഡ്രോപ്പ് മാറി നടക്കും. നമ്മൾ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ആ വാക്ക്? കാസ്റ്റിനേഷൻ അല്ലേ? കാസ്റ്റിനേഷൻ ഓക്കെ. ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരുപാട് പേര് ബാധിക്കുന്നതാണ്, എല്ലാവർക്കും, ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ബാധിക്കുന്നതാണ്. അതുകൂടെ പറഞ്ഞ് നിർത്താം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് പറയണത്. ഇതിന് വേറെ ആ ലോ ഓഫ് അട്രാക്ഷൻ പ്രോസസ് ഇല്ലാത്തതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ നിയമം ചെറിയ കാര്യത്തിലും പ്രവർത്തിച്ചില്ലെങ്കിൽ നെഗറ്റീവ് അടിക്കും. നമുക്ക് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതുപോലെ ഈ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേ ലോജിക്ക് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എക്സാം ആണ്, നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം, ഈ ചിന്തയിലാണ് നിൽക്കുന്നത്. ഇവൻ എന്തില്ല, ഈ എക്സാം എന്തിന്? ജോലിക്ക്. ജോലി എന്തിന്? പൈസയ്ക്ക്, പദവിക്ക്. ആ പദവി എന്തിനു ഉപയോഗിക്കാൻ, ആ പൈസ എന്തിനു ഉപയോഗിക്കാൻ. ആ ലെവൽ വരെ പോയെങ്കിലേ ഇവിടെ നിന്ന് എണീച്ച് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? ഇതും നമ്മളെ ലക്ഷ്യത്തിലേക്കാണ്. അല്ലെങ്കിൽ എന്താണ്, തലച്ചോറ് തന്നെ വിചാരിക്കും എന്തിന്, അയാൾക്ക് ലോജിക്ക് വേണ്ടേ, എന്തിനാണ് ഇവ ഇരുന്ന് പഠിക്കുന്നത്. ആ തലച്ചോറിനടുത്ത് ഇൻഫർമേഷൻ കൊടുത്തില്ല, ഇത്രയും സ്വപ്നങ്ങൾ കൊടുത്തില്ല. നമ്മളൊരു ഇമാജിനേഷൻ ചെയ്യുന്നത്. ഇത് ഇമാജിനേഷൻ ചെയ്യണം. നമ്മൾ ജോലി കിട്ടി ആ കാര്യങ്ങൾ കൊണ്ട് എത്രമാത്രം ടോപ്പ്, അതിന്റെ ഇമാജിനേഷൻ കൂടുന്നതിനനുസരിച്ച് മാനിഫെസ്റ്റേഷൻ നടന്നോളൂ. അല്ലെങ്കിൽ അതിലേക്ക് ആകർഷിച്ചോളൂ. ഈ സാധനം അല്ലെങ്കിൽ 4 സാധനവും 4 തത്വങ്ങളും അതിനകത്ത് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പൊ എല്ലാം പറഞ്ഞ കണക്ക് ഓക്കെ ഗുഡ് നൈറ്റ്. എല്ലാവരും ഒന്നും പറയേണ്ട സമയം ഒരുപാടായി. ക്യാമറ ഓഫാക്കി ഇറങ്ങി പൊക്കോളി. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് സാർ എന്തെങ്കിലും പറയണോ? ഇല്ല അങ്ങനെയല്ല, അതുകൊണ്ടല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കാരണം അതൊരു നല്ല ടോപ്പിക്കാണ്. അപ്പൊ അവിടെ നിന്ന് അതിനെ പഞ്ചിങ് ആയിട്ട് പോയി ഉറങ്ങാനോ ചെയ്യണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്